ചെയ്തിരിക്കുന്നു. എന്നോട് ഏറ്റു പറഞ്ഞവരെല്ലാവരും ആമേൻ പറഞ്ഞാട്ടെ. ആമേൻ. 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 കർത്താവ് നിങ്ങളെ ഓരോ ദിവസവും നമ്മളെ അനുഗ്രഹമാക്കി, ദൈവം നമ്മളെ അത്ഭുതമാക്കി മാറ്റുന്നല്ലോ. നമുക്കിന്നും പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം. എത്ര പേര് വിശ്വസിക്കുന്നു കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു? അവർ മാത്രം ആമേൻ പറഞ്ഞാട്ടെ. ആമേൻ. 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 നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഈ സമയത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ വചനാർക്കിൽ ഓർമ്മയുണ്ടോ? ബ്രദറെ, മരുന്ന് കഴിച്ചിട്ടില്ല. ആമേൻ. നമുക്കൊരുമിച്ച് ഇന്ന് എല്ലാവരും വിശ്വാസ പ്രഖ്യാപനങ്ങൾ, അതായത് നിങ്ങൾ ഓരോ ദിവസവും മരുന്ന് കഴിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എത്ര പേര് കഴിക്കുന്നുണ്ട്? അവർ മാത്രം ആമേൻ. അത് ഓർപ്പിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ ദിവസവും ഭക്ഷിക്കുക. നമ്മൾ സാഹചര്യത്തെ നോക്കരുത്. സാഹചര്യം നോക്കിയാൽ നമുക്ക് ചിലപ്പോൾ മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. പക്ഷേ നമ്മളിത് കഴിക്കുമ്പം, ഇത് ഭക്ഷിക്കുമ്പോൾ നിങ്ങളകത്തൊരു ആഗ്രഹം, എത്ര പേർക്ക് ആഗ്രഹമുണ്ട്, ഞാൻ എല്ലാ വിഷയത്തിൻ്റെ മേൽ സാക്ഷിയായി തീരും എന്ന് വിശ്വസിക്കുന്നവരെല്ലാവരും ആമേൻ പറഞ്ഞേ. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഇന്നത്തെ ദിവസവും കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. എപ്പോഴും പറഞ്ഞോണം, കർത്താവിൻ്റെ കൃപയിൽ ഇന്നത്തെ ദിവസം ഏറ്റവും അനുഗ്രഹിക്കുക. എല്ലാ ദിവസവും എണീക്കുമ്പോൾ തന്നെ ലോട്ടറിക്കാരൻ പറയുന്നത് പോലെ നാളെയാണ് പറയരുത്. കർത്താവിൻ്റെ കൃപയിൽ ഇന്നത്തെ ദിവസം എനിക്ക് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ദിവസമാണ്. ഇന്നത്തെ ദിവസം ഞാൻ അത്ഭുതങ്ങൾ കാണും. എൻ്റെ വിഷയത്തിൻ്റെ മേൽ അത്ഭുതകരമായ സാക്ഷ്യം ഞാൻ കാണും. എല്ലാ ദിവസവും അങ്ങനെ പറഞ്ഞു വേണം നിങ്ങൾ ആരംഭിക്കാൻ. കർത്താവിൻ്റെ വചനത്തിൽ പറയുന്നത് പോലെ എല്ലാ ദിവസവും, പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ, യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷ നമ്മൾ നോക്കിയാൽ അറിയാൻ പറ്റും. കർത്താവ് അവിടെ കാണിക്കുന്ന ഓരോ വാക്കുകളും ഓരോ വ്യക്തിയോട് പറയുമ്പോൾ പിന്നീടല്ല അത് സംഭവിക്കുന്നത്, അപ്പോൾ തന്നെ. അങ്ങനെയെങ്കിൽ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. ദൈവം നമ്മളെ സൂക്ഷിക്കും. കർത്താവ് നമ്മളെ സഹായിക്കും. ഇന്നലെ കേട്ട വചനം ആരെങ്കിലും ഓർമ്മയുണ്ടോ? വാഗ്ദത്തങ്ങൾ നേടിത്തരുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ആമേൻ. നമുക്ക് വാഗ്ദത്തങ്ങൾ നേടിത്തരുന്ന ഒരു കർത്താവുണ്ട്. നമ്മൾ ഇരമ്യാവിൻ്റെ പുസ്തകത്തിൽ കേട്ടു, അതിനുവേണ്ടി ജാഗരിക്കുന്ന, ഐ ആം റെഡി ടു പെർഫോം എന്നുള്ള വാക്ക് നമ്മൾ കേട്ടല്ലോ. അപ്പോൾ കർത്താവ് ഒരു വചനം കയ്യിലുണ്ടെങ്കിൽ ആ വചനത്തിൻ്റെ അകത്ത് നിങ്ങൾ ഓർത്തോണം, കർത്താവ് ഇന്ന് ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും, ദൈവം എനിക്ക് വേണ്ടി ആ വചനത്തിലൂടെ പ്രവർത്തിക്കുമെന്ന് നമുക്കൊരു ബോധ്യവും ഉറപ്പും ഉണ്ടായിരിക്കണം. ദൈവം ചെയ്യും. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, കർത്താവ് എനിക്ക് വേണ്ടി ചെയ്യും എന്ന് പറഞ്ഞാട്ടെ. കർത്താവ് എനിക്ക് വേണ്ടി ചെയ്യും. ആമേൻ. നമ്മൾ ഇന്നും കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് കേൾക്കാൻ വേണ്ടി പോവാണ്. നമ്മളൊരു ഈ ദിവസങ്ങളിൽ നമ്മൾ വിശ്വാസത്തെ പറ്റി കേട്ടു, പ്രാർത്ഥനയെ പറ്റി കേട്ടു. നമ്മൾ പലപ്പോഴും നമ്മുടെ വിശ്വാസത്തിൽ ക്ഷീണങ്ങൾ സംഭവിക്കാറുണ്ട്. ബൈബിളിൽ തന്നെ പറയുന്നുണ്ട്, വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. അപ്പം ക്ഷീണിക്കുന്നവരുമുണ്ട്, ക്ഷീണിക്കാത്തവരുമുണ്ട്. നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് നമ്മുടെ മാനസികമായിട്ടുള്ള ഒരു സൗഖ്യത്തെ പറ്റിയാണ്. മാനസിക സൗഖ്യം ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായിട്ടുള്ളൊരു ഘടകമാണ്. മെൻ്റലായിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റി, മെൻ്റൽ സ്റ്റെബിലിറ്റി. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ബ്രദറെ, മെൻ്റൽ സ്റ്റെബിലിറ്റി ആയിട്ട് തന്നെയാണ് വിശ്വാസ ജീവിതത്തിന് ബന്ധം. സങ്കീർത്തനം 34:18 പറയുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ പറയുകയാണ്. ബ്രോക്കൺ ഹാർട്ട് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ബ്രോക്കൺ ഹാർട്ട് എന്ന് പറഞ്ഞാൽ? ഹൃദയം തകർന്നിരിക്കുക. നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊക്കെ നമ്മുടെ നാട്ടിലല്ല, നമ്മുടെ ജീവിതത്തിലൊക്കെ പലപ്പോഴും അതിഭയങ്കരമായ ദുഃഖം, അല്ലെങ്കിൽ ഏത് ദുഃഖമായിക്കോട്ടെ, ദുഃഖങ്ങൾ നമുക്ക് വരുമ്പം, സന്തോഷിച്ചിരിക്കുകയല്ല, ദുഃഖങ്ങൾ നമുക്ക് വരുമ്പം നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്? നമുക്ക് വല്ലാതെ നമ്മുടെ മനം വേദനിക്കാറുണ്ട്, അല്ലേ? പക്ഷെ ശരീരത്തിൽ വേദനയൊന്നുമില്ല, പക്ഷെ മനസ്സ് വല്ലാതെ ദുഃഖിച്ചിരിക്കുക, അല്ലേ? അപ്പം മനസ്സ് ദുഃഖിച്ചിരിക്കുമ്പം നമുക്ക് പലപ്പോഴും നമ്മൾ പറയാറില്ല, എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ഞാൻ വചനം കേൾക്കുന്നുണ്ട്, വിശ്വസിക്കുന്നുണ്ട്, ഏറ്റു പറയുന്നുണ്ട്. പക്ഷേ മാനസികമായി നമ്മൾ തകർന്നിരിക്കുമ്പോൾ നമ്മളിൽ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, ഈ വിശ്വാസവും അവിശ്വാസവും വരുന്ന ഒരു സ്ഥലം ഏതാണെന്നറിയോ? നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ശരീരത്തിൽ, അല്ലെങ്കിൽ നമ്മളിലേക്ക് വരുന്ന ഒരു സ്ഥലം ഏതാണെന്നറിയോ? നമ്മൾ എങ്ങനെയാണ് വിശ്വസിക്കുന്നത്? മനസ്സ്. ബൈബിൾ ഭാഷയിലൊന്ന് പറയാം. ബൈബിളിൻ്റെ ഒരു ലാംഗ്വേജ് പറയാമോ? ജഡം.
ഞങ്ങളിൽ പറഞ്ഞായിരുന്നു. ഞാൻ ആ വാക്യത്തിന്റെ മുഴുവൻ പറയുന്നില്ല, തുടക്കത്തിൽ പറയാം. സംശയിക്കാതെ ഈ മലയോട് നീങ്ങി പോകുക എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കും. അതിന് മുമ്പ് ഒരു വാക്യമുണ്ട്, എന്നറിയോ? ഹൃദയത്തിൽ. ഹൃദയത്തിൽ. അപ്പം അപ്പൊ സംശയവും വിശ്വാസവും വരുന്ന സ്ഥലം ഏതാണ്? ഹൃദയം. ആമേൻ. അപ്പൊ നമുക്ക് വിശ്വാസത്താലാണ് നമ്മൾ ദൈവപ്രവൃത്തി കാണുന്നത്. വിശ്വാസം ഉള്ളത് കൊണ്ടാണ് നമ്മൾ അത്ഭുതം കാണുന്നത്. വിശ്വാസമാണ് ദൈവം വിശ്വാസം തരുന്നതുകൊണ്ടാണ് നമുക്ക് ദൈവപ്രവൃത്തി കാണാൻ പറ്റുന്നത്. ദൈവം നമുക്ക് വിശ്വാസം തരുന്നത് കൊണ്ടാണ് നമുക്ക് കർത്താവിൻ്റെ വചനത്തിലൂടെ അനുഗ്രഹത്തെ പ്രാപിക്കാൻ പറ്റുന്നത്. പക്ഷേ അവിശ്വാസവും വരുന്നത് ഹൃദയത്തിൽ നിന്നാണ്. പക്ഷെ അവിശ്വാസം തരുന്നത് ദൈവമല്ല, ലോകവും പിശാചുവാണ്. ശ്രദ്ധിച്ചോണം. അപ്പം നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് ചിലപ്പോൾ നിങ്ങളൊരു മനം തകർന്നിരിക്കുവാണെങ്കിൽ പലപ്പോഴും നമ്മുടെ വിശ്വാസത്തെയും അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പം നിങ്ങളൊരു വിഷയം കണ്ടിന്യൂസ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. എങ്ങനെ മനസ്സ് തകരുന്നത് മനസ്സിലാകാൻ വേണ്ടി പറയും. ഒരു പ്രത്യേക വിഷയം നിങ്ങൾ പ്രാർത്ഥിക്കുക, വളരെ സന്തോഷത്തോടെ വചനമൊക്കെ ആയിട്ട് ബലപ്പെട്ട് ചെല്ലുന്നു. അപ്പോൾ ആ വിഷയം പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് ചോദിക്കുക, നിങ്ങളുടെ മനസ്സിനെ അങ്ങോട്ട് വേദനിപ്പിക്കുന്ന രീതിയിൽ ആ കാര്യം എന്തായി എന്ന രീതിയിൽ നിങ്ങളെ സങ്കടപ്പെടുത്തുന്ന രീതിയിൽ ചോദിക്കുവാന്ന് വിചാരിച്ചു. പെട്ടെന്ന് നമ്മുടെ മനസ്സങ്ങ് തകരും, നമ്മൾ സങ്കടപ്പെടും, നമ്മൾ കരച്ചിൽ വരും, നമുക്ക് വല്ലാത്തൊരു വേദന വരും. നമ്മൾ പയ്യെ പരാതി പറയും, കർത്താവേ എനിക്ക് എന്തുകൊണ്ട് ഇത് കാണാൻ പറ്റുന്നില്ല. അപ്പം അവിടെ വിശ്വാസമല്ല ആക്റ്റീവ് ആകുന്നത്, അവിശ്വാസമാണ്. എൻ്റെ കൂടെ പറഞ്ഞാൽ വിശ്വാസമല്ല അവിശ്വാസമാണ്. വിശ്വാസമല്ല അവിശ്വാസമാണ്. ആമേൻ. അപ്പൊ വിശ്വാസമല്ല. അപ്പൊ ഇനി ശ്രദ്ധിച്ചോണം. ഇനി ഞാനൊരു വാക്യം കാണിക്കാം. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 1-ാം അധ്യായത്തിലെ വാക്യത്തിൽ യേശു പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. എന്നിൽ വിശ്വസിപ്പിൻ, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എൻ്റെ കൂടെ പറഞ്ഞോട്ടെ, ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ. യേശു കർത്താവ് തന്നെ പറയാണ്, ഈ കലങ്ങിപ്പോകാൻ സാധ്യതയുള്ള ഹൃദയത്തിൽ തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ ഒരേ സമയം വിശ്വാസവും ഒരേ സമയം അവിശ്വാസവും വന്ന് നമ്മുടെ ഹൃദയത്തിൽ നിറയുവാൻ സാധ്യതയുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഹൃദയം കലങ്ങിയിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയാമോ? ഞാൻ കുറേ കാലം മുമ്പ് ഓർക്കുന്നുണ്ട്, കുറേ കാലം മുമ്പല്ല, എൻ്റെ ജീവിതത്തിൽ ഞാൻ ശ്രദ്ധിച്ച ചില കാര്യങ്ങൾ നിങ്ങൾക്കത് പ്രയോജനപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു സമയത്ത് ഞാനൊരു പ്രത്യേക വിഷയം എൻ്റെ ജീവിതത്തിൽ വന്നു. ഞാൻ ആ വിഷയത്തിൻ്റെ അകത്ത് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും വല്ലാത്തൊരു ഭയവും ഭാരവും സങ്കടവും ഒക്കെ വരാൻ തുടങ്ങി. അപ്പോൾ ഈ സങ്കടവും ഭാരവും ഒക്കെ വരുന്ന സമയത്ത് എൻ്റെ മനസ്സിൻ്റെ അകത്ത് പല ചിത്രങ്ങൾ, പല കാഴ്ചകൾ ഞാൻ കാണുവാണ്. അതായത് ഈ വിഷയം ശരിയാകാതെ വരികയും ശരിയാകാതെ വരുമ്പോഴുണ്ടാകുന്ന ആഫ്റ്റർ എഫക്റ്റുകൾ. അതായത് ഒരു വിഷയം നമ്മൾ പ്രാർത്ഥിക്കുന്നത് അത്ഭുതത്തിന് വേണ്ടി, അപ്പോൾ അത്ഭുതത്തിന് വിപരീതമായുള്ള കാഴ്ചകൾ അങ്ങനെയുള്ളത് സംഭവിക്കുന്നതായിട്ട് എൻ്റെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഭയങ്കര ഓവർഫ്ലോ വന്നുകൊണ്ടിരിക്കുക. എനിക്ക് സങ്കടം വരുന്നു, വിശ്വസിക്കുന്നുണ്ട്, ഞാൻ ഏറ്റു പറയുന്നുണ്ട്, പക്ഷെ മനസ്സിൽ അങ്ങോട്ട് സ്റ്റേബിൾ ആകുന്നില്ല. മനസ്സിലിങ്ങനെ വരും. പക്ഷെ പിന്നീട് ദൈവം അത്ഭുതം ചെയ്തു. ആ വിഷയങ്ങൾ മൊത്തവും ഞാൻ ഭയപ്പെട്ടതുപോലെയല്ല, കർത്താവിൻ്റെ നാമത്തിൽ ദൈവം എനിക്ക് വിശ്വസിച്ചതുപോലെ അത്ഭുതമാക്കി ദൈവം മാറ്റി. അപ്പോൾ ഒരു ചോദ്യം ചോദിച്ചോട്ടെ, ഞാൻ ഹൃദയത്തിൻ്റെ അകത്ത് ഭാരപ്പെട്ടതും ഹൃദയത്തിൻ്റെ അകത്ത് വിശ്വാസം പറഞ്ഞപ്പോൾ സങ്കടപ്പെട്ടതും യഥാർത്ഥത്തിൽ ശരിയാണോ തെറ്റാണോ? നിങ്ങൾ പറ. തെറ്റ്. ആമേൻ. ഇനി ഞാൻ കേട്ടോണം. അതെന്തുകൊണ്ടാണ് തെറ്റായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തെറ്റെന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ ചിന്തിച്ച് തെറ്റാന്നുള്ളതല്ല, അത് ശരിയല്ലായിരുന്നു, അത് ഫേക്ക് ആയിരുന്നു. യഥാർത്ഥത്തിൽ ദൈവം ഒരുക്കി വെച്ചത് അത്ഭുതം അവിടെ വന്നു. പക്ഷേ എൻ്റെ മനസ്സിൽ ഞാൻ വചനം പറയുമെങ്കിലും അതിന് വിപരീതമായുള്ള എൻ്റെ ഇങ്ങനെ മനസ്സിലോട്ട് ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ വിശ്വാസത്തോടെ നമ്മൾ പറയുന്നതും അവിശ്വാസത്താൽ നമ്മൾ സങ്കടപ്പെടുന്നതും ഭാരപ്പെടുന്നതും ഭയപ്പെടുന്നതും എല്ലാം ഹൃദയത്തിലാണ്. ഇനി ഹൃദയം കലങ്ങിപ്പോവുക എന്ന് പറഞ്ഞാൽ ബ്രോക്കൺ ഹാർട്ട്, മനസ്സിലാകുന്നുണ്ടോ? ഹൃദയം കലങ്ങിപ്പോവുക എന്നാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ മറ്റൊരു ഭാഗം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആ വചനം എൻ്റെ കൂടെ എന്ന് പറഞ്ഞ്, ഹൃദയം കലങ്ങിപ്പോരുന്നെന്ന് പറഞ്ഞേ. ഹൃദയം കലങ്ങിപ്പോകരുത്. നിങ്ങൾ ശ്രദ്ധിച്ചോണം. അപ്പം നിങ്ങളുടെ മനസ്സിൽ ചോദ്യം വരും, ബ്രദറെ ഹൃദയം കലങ്ങാതിരിക്കാൻ എന്നാ ചെയ്യണം? അടുത്ത ചോദ്യമാണല്ലോ നമ്മുടെ, അല്ലേ? ഹൃദയം കലങ്ങാതിരിക്കാൻ ഇവിടെ കൊടുത്തേക്കുന്ന വാക്ക് ഇങ്ങനെയാണ്, ലെറ്റ് നോട്ട് യുവർ ഹാർട്ട് ബി ട്രബിൾ, യു ബിലീവ് ഇൻ ഗോഡ്, ബിലീവ് ഓൾസോ മീ എന്ന കർത്താവ് പറഞ്ഞത്. ട്രബിൾ, ശ്രദ്ധിച്ചോണം. ഈ ട്രബിൾ എന്ന വാക്കിൻ്റെ അർത്ഥം എന്നാണെന്നറിയോ? ട്രബിൾ കുഴപ്പം. നമ്മൾ പറയത്തില്ലോ എന്തോ ഒരു ട്രബിളാണ്.
ഈ കലങ്ങുക എന്നുള്ള വാക്കിന് ഇംഗ്ലീഷ് കൊടുത്തേക്കുന്ന ഏകദേശം സെയിം അർത്ഥം തന്നെയാണ്. പക്ഷെ എനിക്ക് ഈ ട്രബിൾ എന്ന് കേട്ടപ്പം അതൊന്ന് എടുത്ത് പറയണം എന്ന് തോന്നി. ട്രബിൾ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു കുഴപ്പം, അങ്ങനെ വേണേൽ പറയാം അല്ലേ, കുഴപ്പം. അതായത് നമ്മൾ പറയത്തില്ല എന്തോ ഒരു കുഴപ്പമെന്ന്, എൻ്റെ അർത്ഥം എന്ത്? കുഴപ്പമെന്ന് പറഞ്ഞ സംഭവം എന്തുവാ? കുഴപ്പം, എന്തോ ഒരു പ്രശ്നം. ശരിയല്ലാത്തത്. പ്രശ്നം. പ്രശ്നം, അത് തന്നെ. അതായത് ഹൃദയം കലങ്ങിപ്പോകരുതെന്ന് പറയുകയാണ്. അപ്പോൾ അതിന് കൊടുത്തേക്കുന്നത് നിങ്ങളുടെ ഹൃദയം ട്രബിൾ ചെയ്യുന്നു, അതായത് നിങ്ങൾ ഹൃദയം അതായത് നിങ്ങൾക്ക് കുഴപ്പം വരരുത്. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കുഴപ്പം എന്ന വാക്യത്തിന് നമുക്ക് നിൽക്കാം. കുഴപ്പം എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നം, അതായത് മനസ്സിലോട്ട് ഇങ്ങനെ വരികയാണ്, നമുക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നു, എന്തോ ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നു. അപ്പം എന്തോ ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്തുവാ? പ്രശ്നം വരുമെന്നാണോ അതിൻ്റെ അർത്ഥം? പ്രശ്നം വരുമെന്ന്. പ്രശ്നം വരും. അപ്പം ഞാനിത് ഇങ്ങനെ പറഞ്ഞു പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഞാൻ പയ്യെ പോകുന്നു. അപ്പം നമ്മുടെ മനസ്സിലേക്ക് നമ്മുടെ ഹൃദയം കലങ്ങി പ്രശ്നം വരുമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം നമ്മുടെ ഹോപ്പ് നഷ്ടപ്പെട്ടു എന്നതിൻ്റെ അർത്ഥം. ഹോപ്പ് എന്ന് പറഞ്ഞാൽ പ്രത്യാശ, പ്രതീക്ഷ എന്നൊക്കെ പറയും. അതായത് യേശു പറയുകയാണ് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. എടുത്ത വാക്യത്തിൽ പറയുന്നത് ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിൽ വിശ്വസിപ്പിൻ. വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇപ്പോൾ ഒരു വിഷയം നിങ്ങൾ പ്രാർത്ഥിക്കുക, ആ വിഷയം കർത്താവ് എനിക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യണമെന്ന്, ഞാൻ അത്ഭുതം കാണുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇപ്പോൾ അത്ഭുതം ഉണ്ടോ? ഇല്ല. ഇല്ല. അത്ഭുതം ഉണ്ടാകണം, അതിൻ്റെ അർത്ഥം ഇപ്പോഴില്ല പക്ഷെ വരണം. അതിൻ്റെ പേരാണ് പ്രത്യാശ. അതായത് വന്നിട്ടില്ല, വരും എന്നുള്ള പ്രതീക്ഷയാണ് പ്രത്യാശ, ഹോപ്പ് എന്നൊക്കെ പറയുന്നത്. ഈ ഹോപ്പ് നഷ്ടപ്പെടുമ്പോൾ, ഞാൻ നിങ്ങൾക്ക് ഇന്നാൾ പറഞ്ഞൊരു ഉദാഹരണം ഞാൻ വീണ്ടും പറയാണ്. ഞാനൊരു സാധനം, ഇച്ചിരി വില കൂടിയ ഒരു സാധനം ഞാൻ ഓർഡർ ചെയ്തു, ഓൺലൈൻ വഴി ഞാൻ ഓർഡർ ചെയ്തിട്ട് ആ സാധനം ഞാനിങ്ങനെ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, ഞാനിങ്ങനെ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ട്രാക്ക് ചെയ്യുന്ന സംഭവം വർക്ക് ചെയ്യുന്നില്ല. ഒരു പരിധി കഴിഞ്ഞ് പിന്നെ അവർക്ക് അത് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അത് എന്താണെന്നുള്ളത് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നില്ല, അവിടെ തന്നെ സ്റ്റക്കായി നിൽക്കുക. അപ്പം ഞാൻ പൈസയും കൊടുത്തു, സാധനം ഓർഡർ ചെയ്തു, അവർ അയച്ചു എന്ന് പറയുന്നുണ്ട്, പിന്നെ എവിടെയോ അത് സ്റ്റക്കായി. പക്ഷേ ദൂരെ നിന്ന് വരുന്നത്, വേറൊരു രാജ്യത്തു നിന്ന് വരുന്നതായിരുന്നു. അപ്പോൾ അത് സ്റ്റക്കായി നിൽക്കുന്നു. എനിക്കത് പിന്നെ അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. ട്രാക്ക് ചെയ്യാൻ നോക്കിയിട്ട് കുറേ നേരം ഞാൻ റീഫ്രഷ് ചെയ്ത് പിന്നെ അടിച്ച് നോക്കി, ഒരു രക്ഷയില്ല. അപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യത്തെ ആ ഒരു പ്രതീക്ഷയും സന്തോഷവും പയ്യെ കുറയാൻ തുടങ്ങി. കാര്യം എൻ്റെ കാശ് പോയോ, മനസ്സ് പറയാൻ തുടങ്ങി, കാശ് പോയി. കാര്യം എന്തുവാ? ഇപ്പോൾ ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല, എവിടെയോ പാക്കറ്റ് മിസ്സായി. അപ്പം ഞാൻ കുറേ നേരം നോക്കിയിട്ട് കണ്ടില്ല. ഞാൻ അവസാനം അവർക്കൊരു മെയിൽ അയച്ചു, ഇന്ന പോലെ ഇന്ന പ്രോഡക്റ്റ് ഇന്ന സമയത്ത് ഞാൻ പൈസ കൊടുത്ത് മേടിച്ചു, പക്ഷേ കാണുന്നില്ല. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് റിപ്ലൈ വന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ഭാരപ്പെടിച്ച കാശ് പോയി. മനസ്സിലിങ്ങനെ വരും, പക്ഷേ വേണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ ട്രബിൾ ചെയ്യാൻ തുടങ്ങി, ഹൃദയം കലങ്ങാൻ തുടങ്ങി, ഹൃദയത്തിൻ്റെ അകത്ത് ഭാരം, പക്ഷേ കാശ് പോയി. ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു മെസ്സേജ്, ഒരു മെയിൽ വന്ന്, ഡോണ്ട് വറി, ഭാരപ്പെടണ്ട, ഞങ്ങളത് കയ്യിലുണ്ട്, ട്രാക്കിംഗ് എന്തോ പ്രശ്നമായതാണ്, സാധനം എത്തും. ഓർത്തണം, എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല, പക്ഷെ ആ ഒരു മറുപടി, അത്രയും ദിവസം എൻ്റെ കാശ് പോയി, മനസ്സ് വേദനിച്ചു, ഭാരപ്പെട്ടിരുന്ന ഒറ്റ വിഷയത്തിന് പെട്ടെന്ന് എനിക്ക് സന്തോഷമായി. അതുവരെ എൻ്റെ അകത്തിരുന്ന ഭാരം എവിടെ പോയെന്ന് അറിഞ്ഞില്ല. അതുവരെ എൻ്റെ മനസ്സിൻ്റെ അകത്തിരുന്ന എൻ്റെ കാശ് പോയെന്നുള്ള ചിന്ത പെട്ടെന്ന് അങ്ങ് മാഞ്ഞു പോയി. കാരണം അപ്പോൾ ഒരു ചോദ്യം, എനിക്ക് സാധനം കിട്ടിയോ? ഇല്ല. ഇല്ല. കിട്ടിയില്ല, ഇല്ല. കിട്ടും. പിന്നെ എങ്ങനെ ഈ സന്തോഷം എനിക്ക് കിട്ടുന്നത്? വിഷമിക്കേണ്ട, അത് കിട്ടും. ഒരു ഉറപ്പ് കിട്ടി. അതായത് അതിൻ്റെ ഉടമസ്ഥർ അല്ലെങ്കിൽ അത് തരുന്ന ആൾക്കാരുടെ ഒഫീഷ്യൽ പേജിൽ നിന്ന് ഒരു മെയിൽ വന്നു, ഡോണ്ട് വറി, ഞങ്ങളുടെ സാധനമുണ്ട്, ട്രാക്കിംഗ് എന്തോ കംപ്ലൈൻ്റ് ആയതാണ്, വരും. അപ്പോൾ അതെൻ്റെ സാധനം വരുന്നതിന് മുമ്പ് എനിക്കൊരു ഹോപ്പ് കിട്ടി, ഒരു പ്രതീക്ഷ കിട്ടി. അത്രയും നേരം ഉണ്ടായിരുന്ന എൻ്റെ ഭാരം, ഭയം എല്ലാം എന്നെ വിട്ട് മാറിപ്പോയി. ഞാൻ എന്തുവായി പറഞ്ഞു വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, പലപ്പോഴും നമുക്ക് മാനസികമായിട്ടുള്ള ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ വരുന്നതിൻ്റെ പിന്നിലെ കാരണം നമ്മുടെ ഹോപ്പ് നഷ്ടപ്പെടുന്നു. അതായത് തിന്മയായത് എന്തോ എനിക്ക് ഭവിക്കാൻ പോകുന്നു, തിന്മയായത് എനിക്ക് എന്തോ സംഭവിക്കാൻ പോകും. ട്രബിൾ എന്ന വാക്ക് ഞാൻ വീണ്ടും ഉപയോഗിക്കുകയാണ്, കുഴപ്പം, അങ്ങനെ വേണേൽ പറയാം. എന്തോ ഒരു കുഴപ്പം സംഭവിക്കാൻ പോകുന്നു. പെട്ടെന്ന് നമ്മുടെ ശരീരം എന്തൊക്കെയോ സിംറ്റം കാണിക്കാൻ തുടങ്ങി, നമ്മുടെ മൈൻഡിൽ എന്തൊക്കെയോ സിംറ്റം വരാൻ തുടങ്ങി, എന്തൊക്കെയോ പ്രോബ്ലംസ് എനിക്ക് സംഭവിക്കുന്നതായിട്ടൊരു സംഭവം. അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാവോ? ഹോപ്പ് കുറയുമ്പോഴാണ്. എൻ്റെ കൂടെ പറഞ്ഞാൽ പ്രത്യാശ കുറയുമ്പോൾ ഹൃദയം കലങ്ങുമെന്ന് പറ. പ്രത്യാശ പ്രത്യാശ കുറയുമ്പോൾ ഹൃദയം
അപ്പൊ പ്രത്യാശ കുറയുമ്പോൾ ഒരു ചോദ്യം, ബ്രദർ, അങ്ങനെയാണെങ്കിൽ പ്രത്യാശ വർദ്ധിപ്പിക്കാൻ വേണ്ടി ഞാൻ എന്നാ ചെയ്യണം? മനസ്സിലിപ്പോൾ ആ ചോദ്യം വന്നില്ല. എത്ര പേർക്ക് അങ്ങനെ ഉണ്ടാകുന്നുണ്ട്? മനസ്സിൻ്റെ അകത്തൊരു മാനസികമായ ഒരു അസ്വസ്ഥത, വേണമെങ്കിൽ രോഗമെന്ന് വേണേൽ പറയാം. എത്ര പേർക്കുണ്ട്? ആമേൻ. ഉണ്ട്, ഉണ്ട്, ഉണ്ട്. അപ്പം നിങ്ങൾ ഓർത്തോണം, ഇതേ ഹൃദയത്തിൽ തന്നെയാണ് ഈ വിഷമം വരുന്നതും. നമുക്ക് രണ്ട് ഹൃദയം, ഞാൻ പറഞ്ഞത് ഹൃദയം എന്ന് ഉദ്ദേശിക്കുന്നത് തെറ്റിദ്ധരിക്കരുത്, നമ്മുടെ ഹാർട്ട് ബീറ്റ് ഉണ്ടാകുന്ന സ്ഥലമല്ല, നമ്മുടെ മനസ്സിനെയാണ് ഈ പറയുന്നത്. നമ്മുടെ മനസ്സിൽ തന്നെയാണ് വിശ്വാസം വരുന്നതും, നമ്മുടെ മനസ്സിൽ തന്നെയാണ് അവിശ്വാസം. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ട്രബിൾ ചെയ്യരുത്. എൻ്റെ അർത്ഥം, ഇത് ട്രബിൾ വരുമ്പോൾ ഓർത്താൽ മതി, ഞാൻ ഈ പറഞ്ഞ ട്രാക്കിങ്ങിൻ്റെ കാര്യം ഓർത്താൽ മതി. ഈ എൻ്റെ പാഴ്സൽ ഇത്രയും ദിവസം അതിങ്ങനെ ഇന്ന സ്ഥലത്തുനിന്ന് കപ്പലിൽ കയറ്റി പാക്ക് ചെയ്തു, അവിടെ നിന്ന് ഇങ്ങോട്ട് ഡിസ്പാച്ച് ചെയ്തു, ഇന്ന സ്ഥലത്തെത്തി എന്നുള്ള ട്രാക്കിങ്, ഇത് കാണുമ്പോൾ എനിക്ക് വലിയ സന്തോഷം. അയ്യോ, 7-ാം തീയതി എത്തും. പക്ഷേ ഒരു 4-ാം തീയതി ആയപ്പോഴേക്കും അതെല്ലാം ഓഫായി പോയപ്പോൾ എൻ്റെ സകല പ്രതീക്ഷയും സ്റ്റോപ്പായി. എൻ്റെ അർത്ഥം, എൻ്റെ മനസ്സിൻ്റെ അകത്ത് പെട്ടെന്ന് ഭാരം, ഭയം, ടെൻഷൻ, കാശുപോയി, ചിന്തയെല്ലാം വരാൻ തുടങ്ങി. എൻ്റെ ഹൃദയം ട്രബിൾ ചെയ്യാൻ തുടങ്ങി, കലങ്ങാൻ തുടങ്ങി. കാരണം ഞാൻ പ്രതീക്ഷിച്ചിരുന്ന സാധനം ഇനി കിട്ടത്തില്ലെന്ന് എന്നെ വിശ്വസിപ്പിച്ചു. മനസ്സിലാവുന്ന, എൻ്റെ ഹോപ്പ് നഷ്ടപ്പെട്ടു. അപ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചോണം, ഒരു വിശ്വാസി ഇഷ്ടം പ്രാർത്ഥിച്ചിട്ടും വചനം പറഞ്ഞിട്ടും കർത്താവിനെ സ്തുതിച്ചിട്ടും ആരാധിച്ചിട്ടും പാട്ട് പാടിയിട്ടും എനിക്ക് ബ്രദറെ എനിക്കിപ്പോഴും ഭാരവും ഭയവുമാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ ഭാരപ്പെടരുത്, നിങ്ങൾ സങ്കടപ്പെടരുത്. നിങ്ങൾക്ക് കർത്താവ് പ്രവർത്തിക്കത്തില്ല എന്നുള്ള സംഭവമല്ല. നിങ്ങളുടെ അകത്ത് നിങ്ങൾ വിശ്വസിക്കുന്നതിൻ്റെ വിപരീതമായി, അല്ലെങ്കിൽ എന്തോ വലിയ പ്രശ്നവും കുഴപ്പവും നന്മയുണ്ടാകത്തില്ലെന്നും നല്ലതാകത്തില്ലെന്നും ശരിയാകത്തില്ലെന്നുമുള്ള ആ കൺഫർമേഷൻ നമ്മൾ പോലും അറിയാതെ നമ്മുടെ മനസ്സിൽ നിറഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ പറയത്തില്ല, എനിക്ക് ഇത്രയും നാളും ആ പ്രശ്നമില്ലായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, പക്ഷെ പെട്ടെന്നൊരു ഭയം, ഭാരം. ഇതിൻ്റെ കാരണം നമ്മുടെ ഹൃദയം കലങ്ങി. അതുകൊണ്ടാണ് യേശു പറഞ്ഞ വാക്ക് ശ്രദ്ധിച്ച് നോക്കിയേ, ഹൃദയം കലങ്ങിപ്പോകരുത്. അടുത്ത വാക്യത്തിൽ പറയുകയാണ്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. അപ്പം എന്തുകൊണ്ടാണ് കർത്താവ് വിശ്വാസം എന്ന വാക്ക് അവിടെ ഉപയോഗിച്ചത്? അതായത് ദൈവം എന്ന് പറയുന്നത് ഒന്ന്, നമുക്ക് പ്രത്യാശ തരുന്നയാൾ, നമുക്ക് വിശ്വാസം തരുന്നയാൾ മാത്രമല്ല, നമുക്ക് പ്രത്യാശ തരുന്ന ഒരാളാണ്. ആമേൻ. നമ്മൾ പറയത്തില്ല, സകലതും നന്മയാക്കി മാറ്റും. എൻ്റെ കൂടെ പറ, സകലതും നന്മയാക്കി ദൈവം മാറ്റും. സകലതും നന്മയാക്കി ദൈവം മാറ്റും. ആമേൻ. പക്ഷെ എങ്കിലും ബ്രദറെ, ഒരു ഭയം, ഇവിടെയാണ് അതിൻ്റെ ഉത്തരവിരിക്കുന്നത്, ഹൃദയം നുറുങ്ങിയവർ. അപ്പം നമ്മുടെ ഹൃദയം നുറുങ്ങിയവർക്ക് ബൈബിളിൽ പറയുന്നു, യഹോവ എന്താണ്? സമീപസ്ഥൻ. മനസ്സ് തകർന്നവരെ എന്ത് ചെയ്യും? രക്ഷിക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം, മനസ്സ് തകർന്നിരിക്കുവാണെങ്കിൽ കർത്താവേ, എൻ്റെ മനസ്സിൻ്റെ അകത്ത് വല്ലാത്ത ഭാരവും ഭയവും ആകുല ചിന്തയും കയറി പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ, പക്ഷെ എൻ്റെ മനസ്സ് തകർന്നിരിക്കുക. കർത്താവേ, എൻ്റെ മനസ്സിനെ എന്ത് ചെയ്യണം? സൗഖ്യമാക്കണം. എൻ്റെ കൂടെ പറഞ്ഞോട്ടെ, എൻ്റെ മനസ്സിനെ എന്ത് ചെയ്യണം? എന്റെ മനസ്സിനെ സൗഖ്യമാക്കണം. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, ബ്രദറെ, മനസ്സിന് മുറിവേക്കുവോ? ബൈബിൾ വ്യക്തമായിട്ട് പറയുന്നത്, ഹൃദയം നുറുങ്ങിയവർ, ബ്രോക്കൺ ഹാർട്ട്. അപ്പൊ നുറുങ്ങുക, ഈ ബ്രോക്കൺ എന്ന വാക്കിന്റെ അർത്ഥം നുറുങ്ങുക തന്നെയാണെങ്കിൽ പോലും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ടായെന്ന് അറിയാം, ബ്രോക്കൺ. നമ്മൾ പറയത്തില്ലേ, ആ ഗ്ലാസ് ബ്രോക്കൺ ആയിപ്പോയെന്ന് പറഞ്ഞില്ലേ? പൊട്ടിയിരിക്കുക, മുറിഞ്ഞിരിക്കുക, തകർന്നിരിക്കുക എന്നൊക്കെ വേണേൽ പറയാം. അപ്പം നമ്മുടെ ഹൃദയം മുറിവേക്കാൻ സാധ്യതയുള്ള സാധനമാണ്. നമ്മുടെ കൈ മുറിയുന്നത് പോലെ, കാല് മുറിയുന്നത് പോലെ നമ്മുടെ മനസ്സിൽ മുറിവുകളേക്കും. നമ്മുടെ കയ്യിലൊരു മുറിവ് പറ്റിയാൽ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും, നമുക്ക് കൈ മുറിഞ്ഞിട്ടുണ്ട്, അല്ലേ? കൈക്കൊരു വേദന വന്നാൽ നമുക്കറിയാൻ പറ്റും, എവിടെയോ കൈ തട്ടിയിട്ടുണ്ട്, അത് നിമിത്തമാണ്. നമുക്കെല്ലാം അറിയാൻ പറ്റും. നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന എല്ലാ വേദനകളും നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും, അല്ലേ? പക്ഷെ മനസ്സിലുണ്ടാകുന്ന വേദനകൾ നമുക്ക് അറിയാൻ പറ്റത്തില്ല. ഹൃദയം മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് പുറത്തു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇമോഷനുകളായിട്ടാണ് പുറത്തു വരുന്നത്. ഒന്നുകൂടെ ഞാൻ പറയാം, ശരീരം മുറിയുമ്പോൾ, വേദനിക്കുമ്പോൾ, ശരീരത്തിൻ്റെ അകത്ത് വേദനകളായിട്ട് നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റുമെങ്കിൽ, മനസ്സ് തകർന്നിരിക്കുമ്പോൾ ഒന്ന്, നമ്മുടെ പ്രത്യാശ നഷ്ടപ്പെടും. പ്രത്യാശ നഷ്ടപ്പെടത്തില്ല, പ്രത്യാശ കുറയും. രണ്ട്, നിങ്ങൾക്കറിയാം, ഞാനിപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി പറയാം, ഈ കൈ മുറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് നന്നായിട്ട് പാത്രം കഴുകാൻ പറ്റുമോ? പാത്രം കഴുകുക എന്ന് ഉദ്ദേശിക്കുന്നത്, കൈ മുറിഞ്ഞിരിക്കുക, നിങ്ങൾ പാത്രം കഴുകുന്നവരല്ലേ,
നിങ്ങൾക്ക് പാത്രം കഴുകാനോ മറ്റെന്തെങ്കിലും പരിപാടി ചെയ്യാനോ പറ്റുമോ കൈ മുറിഞ്ഞിരുന്ന? ഇല്ല. ഉം? ഇല്ല പറ്റത്തില്ല അല്ലേ? ബ്രദറെ. കൈ നമുക്ക് പറ്റില്ല. നമുക്കൊരു അസ്വസ്ഥത ഉണ്ടാകും. അതുവരെ നമ്മൾ നല്ല സ്പീഡിൽ ഒറ്റ ഇരിപ്പിന് വേണേ 10-50 പാത്രം കഴിക്കൊണ്ടിരുന്നു. നിങ്ങൾക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? കയ്യിലൊക്കെ ബാൻഡേജ് ചുറ്റി പിന്നെ ഒരു കയ്യുറയൊക്കെ ഇട്ട് പിന്നെ ഒരു ഗ്ലൗസ് ഒക്കെ ഇട്ട് ഭയങ്കര ബുദ്ധിമുട്ടി നമ്മൾ കഴുകും. നമ്മുടെ സ്പീഡ് കുറയും, നമ്മുടെ ടൈം വ്യത്യാസം വരും, നമുക്ക് സ്ട്രഗിള് കൂടും. അതിൻ്റെ കാരണം ആ മുറിവാണ് നമ്മുടെ സ്പീഡ് കുറച്ചത്, നമ്മുടെ ജോലി ഭാരം കൂട്ടിയത്, നമ്മളെ എന്ത് ചെയ്തത്? ഒന്ന് വിഷമിപ്പിച്ചത്. ഇതേപോലെ മനസ്സ് വേദനിക്കുമ്പോൾ നമ്മുടെ വിശ്വാസത്തെയും നമ്മുടെ പ്രാർത്ഥനകളെയും ഒക്കെയും ഇത് ബാധിക്കും. മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ദൈവം നിങ്ങളെ കൈവിടട്ടൊന്നുമില്ല കേട്ടോ, ഒരിക്കലും ചിന്തിക്കരുത്. നമ്മുടെ ഹൃദയത്തിൽ മുറിവേറ്റ ഉടനെ, മനസ്സിൽ മുറിവേറ്റ ഉടനെ നമ്മൾ ചിന്തിക്കുന്നത് ഒരിക്കലും ദൈവം കൈവിടത്തില്ല. യേശു പറഞ്ഞ വാക്ക് വെച്ച് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. യേശു പറയുകയാണ്, കാരണം കലങ്ങിപ്പോയാൽ നിങ്ങൾ തകർന്നു പോകുന്നല്ല പറഞ്ഞേക്കുന്നത്, ദൈവത്തിൽ വിശ്വസിക്കണം. അപ്പോൾ അതിൻ്റെ ഉത്തരം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഹൃദയം തകർന്നിരിക്കുമ്പോൾ, ഈ തകർന്ന് പോകുക എന്ന് ഉദ്ദേശിക്കുന്നത്, എൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞു ഓർക്കുന്നുണ്ട്, എന്താ നഷ്ടപ്പെടുന്നത്? നമുക്ക് കുറയുന്നത് വിശ്വാസം. അല്ലല്ല, പ്രത്യാശ. പ്രത്യാശ. അതായത് നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ അത്ഭുതമാകത്തില്ല, പകരം എനിക്ക് വലിയൊരു പ്രശ്നം, ട്രബിൾ ഉണ്ടാകും. അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടാകുന്നുണ്ടെങ്കിൽ സത്യസന്ധമായിട്ടൊന്ന് പറഞ്ഞേ. ഉണ്ടാവുന്നുണ്ട് ബ്രദറെ. ഉണ്ട്. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ ഇത് ശരിയാകത്തില്ലെന്ന് എൻ്റെ മനസ്സ് പറയുന്നത്. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ എൻ്റെ മനസ്സ് പറയുന്നത് ഇത് ശരിയാകത്തില്ല. ഇതങ്ങോട്ട് നിറഞ്ഞിരിക്കുക. മനസ്സിലാകുന്നുണ്ടോ? ഇത് നിറഞ്ഞിരിക്കുമ്പോൾ നിങ്ങൾ ഓർക്കുന്ന എന്നാന്ന് വെച്ചാൽ, അങ്ങനെ ആയിരിക്കും സംഭവിക്കുവാൻ പോകുന്നത്. യഥാർത്ഥത്തിൽ ഒരു കാര്യം ഓർത്തോണം, യേശു ജീവിക്കുന്നു. നിങ്ങൾ കർത്താവിനെ വിശ്വസിച്ച ഒറ്റ കാരണത്താൽ, യേശുവിൻ്റെ വചനം പറഞ്ഞ ഒറ്റ കാരണത്താൽ ഒന്നും പേടിക്കരുത്. സകലതും ദൈവം അനുകൂലം. പക്ഷെ ട്രബിളായി കിടക്കുക, നമ്മുടെ ഹൃദയം മുറിഞ്ഞിരിക്കുക. ഇങ്ങനെയുള്ള ഭാരങ്ങൾ, പ്രയാസങ്ങൾ വരുമ്പം നിങ്ങൾ പറയേണ്ടത്, ഹൃദയം തകർന്നവരെയും മനസ്സ് തകർന്നവരെയും രക്ഷിക്കുന്നൊരു ദൈവം. ഇനി എന്താണ് ഈ രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ? നമുക്ക് പറ്റാത്തൊരു കാര്യമാണ്. ഒരു ഗ്ലാസ് താഴെ വീണ് പൊട്ടിയാൽ നിങ്ങൾ എന്നാ ചെയ്യുന്നത് സാധാരണ? തൂത്തുവാരി കളയും. നമ്മൾ എന്തുകൊണ്ടത് തൂത്തുവാരി കളയുന്നത്? വീട്ടിൽ സെല്ലോ ടേപ്പും ഫെവിക്വിക്കും ഒക്കെ ഉള്ളതല്ലേ, എന്തുകൊണ്ടത് ഒട്ടിച്ച് ഉപയോഗിക്കാത്തത്? ഇനി അത് പഴയതുപോലെ ഉപകരിക്കില്ലാത്തതുകൊണ്ട്. ഇനി അത് എത്ര ഫെവിക്വിക്ക് വെച്ച് ഒട്ടിച്ചാലും, ഇനി എത്ര വലിയ സെല്ലോ ടേപ്പ് കൊണ്ട് ഒട്ടിച്ചാലും, എത്ര പ്ലാസ്റ്റർ ഒട്ടിച്ചാലും, ആ ഗ്ലാസ് ഇനി വേസ്റ്റാണ്. അത് റിപ്പയർ ചെയ്യാൻ കഴിയത്തില്ല. ഇവിടെയും കൊടുത്തേക്കുന്ന അതേ വാക്ക് തന്നെയാണ്, ഹൃദയം നുറുകുക. യുവർ ഹാർട്ട് വിൽ ബ്രോക്കൺ. തകർന്നു പോയി. അപ്പോൾ എന്ത് ചെയ്യണം? തൂത്തുവാരി കളയണമല്ലോ നമ്മൾ, അല്ലേ? പക്ഷെ ദൈവത്തിൻ്റെ ഒരു ശക്തി എന്നാണെന്നറിയാവോ? തകർന്നിരുന്നതിനെ മുറിവ് കെട്ടി പഴയതിനേക്കാൾ ശ്രേഷ്ഠമാക്കി അതിനെ മാറ്റാൻ പറ്റും. മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ പറഞ്ഞേക്കുന്നത്, ലോകത്തിൽ ഏത് മാനസിക രോഗ ഹോസ്പിറ്റലിൽ പോയാലും ഡോക്ടർ കുറേ പെയിൻ കില്ലർ തരും, കുറേ ഉറക്കഗുളിക തരും, എന്നിട്ട് കുറേ കാലം കഴിയുമ്പോൾ നിങ്ങളെ മുഴുത്തൊരു ഭ്രാന്തനോ ഭ്രാന്തിയാക്കി മാറ്റും. അതിനപ്പുറം ഒന്നും ചെയ്യാനില്ല, അല്ലേ? അങ്ങനെയാണ്. മാനസിക രോഗത്തിനൊക്കെ ചികിത്സയൊന്നുമില്ല. വൺസ് ഒരാൾക്ക് വന്നാൽ പിന്നെ ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയുന്നത്, അല്ലേ? മരുന്ന് കഴിച്ചുകൊണ്ട് ഇരിക്കണം. കാര്യം അത് റിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലുള്ള ശരീരത്തിലാണെങ്കിൽ നമുക്ക് ബാൻഡേജ് പൊട്ടിച്ച് മരുന്ന് കൊടുത്ത് ശരിയാക്കാം. പക്ഷെ മനസ്സ് തകർന്നാൽ ഈ ലോകത്തിൽ ഒരു ഡോക്ടർക്കും എന്ത് ചെയ്യാൻ പറ്റത്തില്ല. അത് വേസ്റ്റാണ്, കുപ്പിച്ചില്ല് പോലെയാണ്, തൂത്തുവാരി കളയാനേ പറ്റത്തുള്ളൂ. പിന്നെ വേണേ ഫെവിക്വിക്ക് വെച്ച് ഒട്ടിക്കുന്ന പോലെ ഇടയ്ക്ക് മരുന്ന് കൊടുത്തുകൊണ്ടിരിക്കും. പക്ഷെ ദൈവത്തിൻ്റെ പ്രത്യേകത, നമ്മുടെ മനസ്സിനെ, മുറിവുകളെ സൗഖ്യമാക്കുവാൻ കർത്താവിന് പറ്റും. ആമേൻ. ഈ ദിവസങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പം ചെയ്യേണ്ടത്, മനസ്സിൻ്റെ അകത്ത് ഭാരം വരുമ്പോൾ ഓർത്തോണം, മുറിവേറ്റു. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, മുറിവേറ്റത് കൊണ്ടാണ് ഭാരം വരുന്നവർ. മുറിവേറ്റതുകൊണ്ടാണ് ഭാരം വരുന്നത്. ആ മുറിവ് എങ്ങനെയോ ആകാം. ഇപ്പം ഞാൻ പറയാം, നിങ്ങളോടൊരു വ്യക്തി വന്ന് നിങ്ങളെ വേദനിപ്പിക്കുമ്പോൾ, കളിയാക്കുമ്പോൾ, പരിഹസിക്കുമ്പോൾ, ദേഷ്യപ്പെടുമ്പോൾ, ഇതൊരു മുറിവാണ്. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ വിശ്വാസം പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമയത്ത് പെട്ടെന്ന് പ്രതീക്ഷിക്കാത്തൊരു സംഭവം പെട്ടെന്നുണ്ടായി, അതൊരു മുറിവാണ്. നമ്മൾ വിശ്വാസം പറഞ്ഞതുപോലെ കാണാതെ വരുമ്പോൾ നമ്മുടെ അകത്ത് പെട്ടെന്നൊരു മുറിവുണ്ടാകും. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ടാണ് യേശു പറഞ്ഞത് ദൈവത്തിൽ. ഉടനെ കർത്താവ് ഫോക്കസ് ചെയ്യാണ്, ദൈവത്തിലേക്ക് നമ്മുടെ ഫോക്കസ് കൊണ്ടുപോവുക. ദൈവം ദൈവം ദൈവം. എന്താ ദൈവം ദൈവം എന്ന് പറയാനുള്ള കാരണം? ദൈവം ഉണ്ട്, പേടിക്കണ്ട എന്നതിൻ്റെ അർത്ഥം.
ഹൃദയം നുറുങ്ങുമ്പോൾ നിങ്ങൾ ഓടി രക്ഷപ്പെടണം നല്ല പറഞ്ഞത്. ഇപ്പം ഞാൻ പറയാം, കർത്താവിൻ്റെ കൂടെ നടന്ന ശിഷ്യനായ പത്രോസ് ലീഹ, യേശു ക്രിസ്തുവിന് വേണ്ടി മരിക്കാൻ തയ്യാറായ മനുഷ്യൻ, ഒരു സ്ത്രീ തൻ്റെ കുത്തിനെ പിടിച്ച് ചോദിച്ചു, നീയും യേശുവിൻ്റെ കൂടെ ഉള്ളവനല്ലേ എന്ന് ചോദിച്ചപ്പോൾ പത്രോസ് ലീഹയുടെ മറുപടി എന്തുവാ? ഞാൻ ഇവനെ അറിയുന്നില്ലെന്ന്. ഞാൻ മനുഷ്യനെ അറിയുന്നില്ല. കണ്ടോ? ഞാൻ ചോദിച്ചോട്ടെ, പത്രോസ് ലീഹായെ ഒരു സ്ത്രീ തൻ്റെ വസ്ത്രത്തിൻ്റെ കുത്തിനെ പിടിച്ച് നീയും യേശുവിൻ്റെ കൂടെ ഉള്ളവനല്ലേ എന്ന് ചോദിച്ചപ്പോൾ യേസ്, ഞാൻ യേശുവിൻ്റെ കൂടെ ഉള്ളവനാണ് എന്ന് പറയാൻ പറ്റാത്തതിൻ്റെ കാരണം എന്താണെന്നറിയാവോ? ഭയം. മനസ്സിൻ്റെ അകത്ത് ഭയം കയറി. ഞാൻ ചോദിച്ചോട്ടെ, പത്രോസ് ലീഹായിനെ യേശു കൈവിട്ടോ ഇല്ലയോ? പറ. ഇല്ല. ഇല്ല. പത്രോസ് ലീഹായെ ഓർത്തു, കർത്താവ് ഇങ്ങനെ തിരിച്ചു വന്നാൽ എൻ്റെ കാര്യം പോക്കാ, എൻ്റെ കാര്യം പോക്കാ. കാര്യം പത്രോസ് ലീഹ ഓർത്ത് കർത്താവ് എന്നെ കൈവിട്ടു, യേശുവും പോയി, എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു. അദ്ദേഹം ഓർത്തത് ഇനി എനിക്കൊരു ജീവിതമില്ല, ഇനി ഞാൻ യേശുവിനെ അറിയാതെങ്ങാനും പറഞ്ഞിരുന്നെങ്കിൽ ഇവരെന്നെ തല്ലിക്കൊല്ലും എന്നൊക്കെ പുള്ളി ചിന്തിച്ചു. ഭയം, ഭാരം മനസ്സിൽ. എന്നാൽ കർത്താവ് എന്ത് ചെയ്തു? പത്രോസ് ലീഹാനെ ചേർത്ത് പിടിച്ചു. അപ്പോസ്തല പ്രവൃത്തി കാണുമ്പം ഈ 3 വട്ടം തള്ളിപ്പറഞ്ഞ പത്രോസ് ലീഹ ഒറ്റ പ്രസംഗത്തിൽ 3000 പേര് മാനസാന്തരപ്പെട്ടു, സ്നാനപ്പെട്ടു. അപ്പം വ്യത്യാസം കണ്ടോ? അപ്പം നമ്മൾ നമ്മുടെ ഉള്ളിൽ വചനം പ്രാർത്ഥിക്കുന്ന സമയത്ത് പ്രതീക്ഷ നഷ്ടപ്പെട്ട് ഭാരം, പ്രയാസം വരുന്നുണ്ടെങ്കിൽ കയ്യിലും കാലിലും വേദനകളും മുറിവുകളും വരുന്നത് പോലെ മനസ്സിലും മുറിവെടുക്കുന്നുണ്ട്. അപ്പം മനസ്സിൽ മുറിവേറ്റാൽ എന്നാ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിശ്വാസത്തെ അത് ബാധിക്കും. ഒന്നുകൂടെ ഞാൻ പറയാം, എങ്ങനെയാണ് വിശ്വാസത്തെ ബാധിക്കുമെന്ന് ചോദിച്ചാൽ, നിങ്ങൾ അവിടെ മുതൽ പിന്നെ വിശ്വസിക്കാൻ തുടങ്ങത്തില്ല. നിങ്ങൾ വചനമൊക്കെ പറയുന്നുണ്ട്, ശരിയാണ്, പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് മനസ്സിൽ നിരാശ നിറയുമ്പം നമ്മുടെ പ്രാർത്ഥന, നമ്മൾ പ്രതീക്ഷയോടെ വിശ്വസിക്കുന്ന കാര്യങ്ങളിൽ സ്ലോ ഡൗൺ ആകാൻ തുടങ്ങും. പയ്യെ പയ്യെ നമ്മൾ എന്ത് ചെയ്യും? സങ്കടം കയറിയിട്ട് ആദ്യം 10 ദിവസം പറഞ്ഞുകൊണ്ടിരുന്ന 10 പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരുന്ന വചനം പിന്നെ അങ്ങോട്ട് കുറയാൻ തുടങ്ങും. പിന്നെ സങ്കടം അങ്ങ് കൂടാൻ തുടങ്ങും. രാവിലെ സന്തോഷിച്ചിറങ്ങിയ ആൾ പിന്നെ അങ്ങോട്ട് കരയാനും പ്രയാസപ്പെടാനും സ്ട്രഗിൾ ചെയ്യാനും തുടങ്ങും. അതിൻ്റെ അർത്ഥം മനസ്സ് തകർന്നു. ഇത് തിരിച്ചറിയാൻ വേണ്ടി ഞാൻ പറയാം, മനസ്സ് തകർന്നെങ്കിൽ കർത്താവേ, എൻ്റെ മുറിവുകൾ, എൻ്റെ ഹൃദയത്തിൽ എനിക്കിപ്പോൾ വരുന്ന ഭാരത്തെ പ്രയാസവും എൻ്റെ മുറിവുകളെ എൻ്റെ കർത്താവെ അങ്ങ് ഉണക്കുവാൻ ശക്തനാണ്. ഞാൻ എൻ്റെ വേദനകളിൽ എൻ്റെ കർത്താവ് എൻ്റെ ഹൃദയത്തെ സൗഖ്യമാക്കണം. അങ്ങയുടെ മുറിവിനാൽ, യേശുവിൻ്റെ തിരുമുറിവിനാൽ എൻ്റെ മനസ്സിൻ്റെ മേൽ ഒരു സൗഖ്യത്തെ അങ്ങ് തന്നതിന് നന്ദി. എൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് മുറിവുകൾ ഉണങ്ങട്ടെ. അങ്ങനെ തന്നെ പ്രാർത്ഥിച്ച് എത്ര നേരം പ്രാർത്ഥിക്കണമെന്നറിയാവോ? ആ ഭാരവും സങ്കടവും നിങ്ങളെ വിട്ട് മാറുന്നത് വരെ നിങ്ങൾ ദൈവത്തോട് പറയണം, കർത്താവേ, എനിക്ക് ഈ ഭാരം വേണ്ട. ഞാൻ ചോദിച്ചോട്ടെ, ഭാരവും സങ്കടവും വിഷമങ്ങളും ദൈവം തരുമോ? അങ്ങനെ ദൈവം ഇല്ല. തരുമെങ്കിൽ ഈ വചനം ദൈവം തരത്തില്ല. ദൈവം ഹൃദയം നുറുക്കുന്ന ആളാന്ന് വിചാരിച്ചു, ദൈവം മനസ്സ് തകർക്കുന്ന ആളാന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ദൈവം ഒരിക്കലും ഈ വചനം പറയത്തില്ല. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കും. തകർത്തിട്ട് രക്ഷിക്കേണ്ട കാര്യം ദൈവത്തിനുണ്ടോ? നിങ്ങളൊരു കാറ് മേടിച്ച് ആ കാറ് നിങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന് കാർ പോർച്ചിലിട്ട് അല്ലെങ്കിൽ വെളിയിലിട്ട് ഒരു വലിയ ഇരുമ്പ് കമ്പി എടുത്ത് അതിൻ്റെ ഗ്ലാസ് എല്ലാം തല്ലി പൊട്ടിച്ചിട്ട് നിങ്ങൾ പിന്നെയും കൊണ്ടുവന്ന് വർക്ക്ഷോപ്പിൽ കൊണ്ട് നന്നാക്കുമോ? ഇല്ല. അങ്ങനെ നന്നാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭ്രാന്തുണ്ട്, അല്ലേ? നിങ്ങളുടെ ഹൃദയം തകർത്തിട്ട്, മനസ്സ് തകർത്തിട്ട് നിങ്ങളെ സൗഖ്യമാക്കുന്ന ദൈവമല്ല, ഹൃദയം തകർന്നവരെ സൗഖ്യമാക്കുന്ന ദൈവം. ലോകത്തിൽ ഒരു ഡോക്ടറും എന്ത് ചെയ്യാറില്ല, ഒരു രോഗിക്ക് രോഗിയാകാൻ വേണ്ടി മരുന്ന് കൊടുത്തിട്ട് ചികിത്സിക്കാറുണ്ടോ? ഉണ്ടോ? ഇല്ല. അങ്ങനെയെങ്കിൽ മനസ്സിൻ്റെ തകർച്ച ഉണ്ടാകുന്നത് ലോകത്തിൽ നിന്നാണ്. പല വിഷയങ്ങൾ വരുമ്പോൾ നമ്മുടെ മനസ്സ് തകരും. അപ്പം നമ്മൾ കർത്താവ്, എനിക്കൊരു ഇന്നർ ഹീലിംഗ് വേണം, മനസ്സിൻ്റെ അകത്തൊരു സൗഖ്യം എനിക്ക് വേണം. ചോദിച്ചോണം അപ്പനോട്. അപ്പം മനസ്സ് സൗഖ്യമായുള്ള ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വിശ്വാസം സ്റ്റേബിൾ ആകും, നമ്മുടെ പ്രത്യാശ ആക്റ്റീവ് ആകും. പ്രത്യാശ നമുക്ക് ആക്റ്റീവ് ആകും, വിശ്വാസം ആക്റ്റീവ് ആകും, കുറച്ചും കൂടെ സ്പീഡ് കൂടാൻ തുടങ്ങും. ഞാൻ പറഞ്ഞില്ലേ, കൈ മുറിഞ്ഞിരിക്കുമ്പോൾ ചെയ്യാൻ പറ്റാത്ത ജോലികൾ കൈയുടെ ആ മുറിവ് മാറുമ്പോൾ നമ്മൾ സ്പീഡിൽ ചെയ്യുന്നത് പോലെ നമ്മുടെ വിശ്വാസം സ്റ്റേബിൾ ആവും, നമ്മുടെ അകത്ത് പ്രതീക്ഷ വരും, നമ്മൾ വിളിച്ചു പറയും, നമ്മൾ ആ അത്ഭുതം കാണുക തന്നെ ചെയ്യും. ആമേൻ. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി? എത്ര പേർക്ക് ഇത് മനസ്സിലായി? അതോ പിന്നെ സംശയമുണ്ടോ? ആമേൻ. സംശയമുണ്ട് ബ്രദർ. ഒരു ചോദ്യം ചോദിച്ചോട്ടെ? ഒരു ചോദിച്ചോ. വാക്ക് ഇങ്ങനെ പറയുന്നു, അവൻ മുറിക്കുകയും മുറിവ് കെട്ടുകയും ചെയ്യുന്നു, അവൻ ചതയ്ക്കുകയും ചതവ് പൊറുപ്പിക്കുകയും ചെയ്യുന്നു എന്നൊരു വാക്യമില്ലേ? അപ്പൊ അങ്ങനെ ആകുമ്പം അവൻ മുറിക്കുകയും ചതയ്ക്കുകയും, ഇപ്പൊ യോബിന്റെ ജീവിതത്തിൽ ദൈവം അറിഞ്ഞിട്ടൊരു ശോധന, അതൊരു മുറിവല്ലേ?
അപ്പൊ തീർച്ചയായിട്ടും ഞാൻ അങ്ങനെയൊക്കെയുള്ള അതുകൊണ്ട് അത് ഞാൻ പറയാം. യോബിന്റെ ജീവിതത്തിന്റെ അകത്തുണ്ടായ ശോധന ഞാൻ എപ്പോഴും പറയുന്നതാണ് ആ ശോധനയെ പറ്റി. യോബിനുണ്ടായ ശോധന, യോബിന്റെ ജീവിതത്തിലുണ്ടായ ശോധന, യോബ് തന്നെ പറയുന്ന ഒരു വാക്യമുണ്ട്, ഞാൻ ഭയന്നത് തന്നെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് യോബ് പറയുന്നുണ്ട്. പിന്നെ ഒരു പുതിയ നിയമവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പഴയ നിയമത്തിൽ എന്തുകൊണ്ടാണ് പിശാചിന് നമ്മുടെ മേൽ ഒരു ആക്സസ് ഉണ്ട്? നിങ്ങൾ പഴയ നിയമം വായിക്കുന്ന സമയത്ത് പാപം എന്നുള്ളത് ഏത് മനുഷ്യൻ്റെ ജീവിതത്തിലും പിശാചിന് കയറി വരാൻ പറ്റുന്ന ഒരു എൻട്രൻസ് ആണ്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. പഴയ നിയമത്തിൽ ഒരു സ്ഥലത്ത് പോലും ഒരു വ്യക്തിക്ക് ഒരു തെറ്റ് പറ്റിയാൽ പിന്നെ അവന് തിരിച്ചു വരിക എന്നുള്ളത് അസാധ്യമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പം ദാവീദിനെ പറ്റി പറയുന്നു, പല ദൈവദാസന്മാരെ പറ്റി പറയുന്നു, അവരൊക്കെയും വീണ് കഴിഞ്ഞാൽ പിന്നെ അവർക്കെല്ലാം പറഞ്ഞത് പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ബൈബിളിൽ പറയുന്നു നമുക്കൊരു മാനസാന്തരപ്പെട്ട് തിരിച്ചു മടങ്ങി വരാൻ അവസരമുണ്ട്. അതായത് പുതിയ നിയമവിശ്വാസിയെ സംബന്ധിച്ച് നിങ്ങൾ ബൈബിൾ മുഴുവൻ നോക്കിയാൽ മതി. പുതിയ നിയമവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം യോബിനുണ്ടാകുന്ന ഒരു ശോധനയിലൂടെ കർത്താവിന് നിങ്ങളെ കടത്തിവിടാൻ പറ്റത്തില്ല. അതിൻ്റെ കാരണം പിശാചിന് നിങ്ങളുടെ മേൽ അധികാരമില്ല. എന്താ തെളിവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യേശു നമ്മുടെ പാപത്തെ മാറ്റിയെന്ന് പറഞ്ഞിട്ട് അടുത്ത വാക്യം നമ്മൾ കേട്ടൊരു വാക്യമുണ്ട്. യേശു ഇപ്പോൾ എവിടെ ഇരിക്കുന്നത്? കൊലോസ്യ ലേഖന പ്രകാരം പിതാവിന്റെ വലത്തുഭാഗത്ത് നമുക്ക് ദൈവത്തിന്റെ വലതുഭാഗത്ത്, പിതാവിന്റെ പിതാവിന്റെ വലത്ത് വലതുഭാഗത്ത്. പിതാവിന്റെ വലത്തുഭാഗത്ത് മാത്രമല്ല വേറൊരു സ്ഥലത്തുമുണ്ട്. മഹത്വത്തിന്റെ പ്രത്യാശയായ നമ്മളിലിരിക്കുന്നു. ആ നിങ്ങളിൽ ആരിരിപ്പുണ്ട്? മഹത്വത്തിന്റെ ക്രിസ്തു ഇരിപ്പുണ്ട്. ക്രിസ്തു ഇരിപ്പുണ്ട്. 2 പൗലോസ്ലീഹ പറഞ്ഞു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, എന്നിൽ ക്രിസ്തു ജീവിക്കുന്നു. ഇതെല്ലാം ശ്രദ്ധിച്ചോണം. ഇത് യോബിന്റെ ജീവിതത്തിൽ കാണാൻ പറ്റത്തില്ല. ഞാൻ ചോദിച്ചോട്ടെ, ക്രിസ്തു നിങ്ങളുടെ അകത്തിരിക്കുമ്പോൾ പിശാചിനോ ലോകത്തിൽ ഒന്നിനും നിങ്ങൾ എന്ത് ചെയ്യാൻ കഴിയത്തില്ല, തകർക്കുവാൻ. അതുകൊണ്ടാണ് പുതിയ നിയമത്തിലൊരു വാക്യമുണ്ട്, യേശുവിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും എന്ത് ചെയ്യത്തില്ല, തൻ്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവരും എന്ത് ചെയ്യത്തില്ല, നശിച്ചു ഒരു നാടും തകർന്നു പോകത്തില്ല. നശിച്ചു പോകത്തില്ല. അപ്പൊ ശ്രദ്ധിച്ചോണം, നശിച്ചു പോകത്തില്ല. അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ യേശു നമ്മുടെ, അതാണ് ഞാൻ എപ്പോഴും പറയത്തില്ല, പഴയ നിയമവും പുതിയ നിയമവും, പഴയ നിയമ പ്രാർത്ഥനയും പുതിയ നിയമ പ്രാർത്ഥനയും, പഴയ നിയമത്തിൽ ഉണ്ടാകുന്നതും പുതിയ നിയമത്തിലെ ഒത്തിരി വ്യത്യാസമുണ്ട്. പഴയ നിയമത്തിൽ നിങ്ങളെ ദൈവം കാണുന്നത് എങ്ങനെയാണ്? ദാസനായിട്ടാണ്. അബ്രഹാമിന്റെ, ഇസഹാക്കിന്റെ, യാക്കോബിന്റെയും ദൈവമാണ് ഞാൻ. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മളെ പറ്റി എന്നാ പറഞ്ഞേക്കുന്നത്? നിങ്ങൾ കണ്ടോ? അപ്പൊ വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ? പഴയ നിയമം പറയുന്നു നിങ്ങൾ അന്യനും പരദേശിയുമാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പറയുന്നു നിങ്ങൾ ദൈവത്തിന്റെ ഭവനക്കാരനും ദൈവത്തിന്റെ കൂട്ടവകാശിയും ആയിരിക്കുന്നു. അപ്പൊ വ്യത്യാസം മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഇത്രയും വലിയൊരു വ്യത്യാസം ബൈബിളുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ പലപ്പോഴും ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പം വചനം നമ്മൾ ശ്രദ്ധിച്ചോണം. ദൈവം ഒരു കാര്യം വചനത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ തൊട്ടുമുകളിൽ ഒരു അർത്ഥമുണ്ട്. പല അർത്ഥങ്ങളാണ് ബൈബിളിൽ വചനമുള്ളത്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, നമ്മളിപ്പം യോബിനുണ്ടായ ഒരു ശോധന എടുത്തിട്ട് നിങ്ങളിപ്പോൾ ചിന്തിക്കുകയാണ്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയ നിയമവിശ്വാസിയുടെ അകത്തേക്ക് ശോധന വരുമ്പം 2-3 കാര്യങ്ങൾ ദൈവം എടുത്ത് മാറ്റേണ്ടി വരും. 1, നിങ്ങളെ വീണ്ടും പാപിയാക്കണം. 2, നിങ്ങളിരിക്കുന്ന യേശുവിനെ ദൈവത്തിന് പുറത്തെടുക്കണം. 3, നിങ്ങളിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ എന്ത് ചെയ്യണം? ദൈവത്തിനെടുത്ത് മാറ്റണം. ഇത് എടുത്തു മാറ്റാൻ പറ്റത്തില്ല. ബൈബിൾ ഇങ്ങനെ പറയുക, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. ഈ വസിക്കാതിൻ്റെ അർത്ഥം എന്തുവാ? താമസിക്കുന്നു. അപ്പൊ പരിശുദ്ധാത്മാവ് താമസിക്കുന്നു, യേശു ഇരിക്കുന്നു. കൊലോസ്യനടുത്ത് വലിയൊരു വാക്യമുണ്ട് എഫേസ്യ ലേഖനത്തിൽ, നിങ്ങളിൽ ഇരിക്കുന്നവനും എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. അപ്പൊ പിതാവായ ദൈവം പോലും ഒരേ സമയം സ്വർഗത്തിലും ഒരേ സമയം നിങ്ങളിലും ഇരിക്കുന്നു. ഇത്രയും വലിയ വലിപ്പം നമുക്കത് അറിയത്തില്ല. ഞാനത് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതുകൊണ്ടാണ് പറഞ്ഞത്. ഇത്രയും വലിയ വലിപ്പം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ വ്യത്യാസം നമുക്ക് ഉണ്ടാകുന്നുണ്ട്. ആമേൻ. അപ്പൊ ഇതെല്ലാം വിശ്വസിക്കുന്നതും അറിയുന്നതും നമ്മുടെ ഹൃദയത്തിലാണ്. ഇവിടെയാണ് ഈ ട്രബിള് മൊത്തം ഉണ്ടാകുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഈ ട്രബിള് മൊത്തം ഉണ്ടാകുന്നത് ഇവിടെയാണ്. ആമേൻ. അപ്പൊ ശ്രദ്ധിച്ചോണം, പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും വചനങ്ങൾ തമ്മിൽ ചേർക്കാൻ കഴിയത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, പഴയ നിയമത്തിലെ പ്രാർത്ഥന എങ്ങനെയാണ്? പഴയ നിയമം വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞേക്കുന്നത്. പഴയ നിയമത്തിലൊരു പ്രാർത്ഥന ഞാൻ പറയാം, കർത്താവേ നീ എങ്കിലേക്ക് ചെവി ചായ്ക്കണമേ, എന്നോട് കരുണ തോന്നണമേ, എന്നോട് കനിവ് തോന്നണമേ, എന്നെ രക്ഷിക്കണമേ. എല്ലാം ഒരു ഒരു പ്രതീക്ഷ ഇല്ലാത്തവരെ പോലെ പ്രാർത്ഥിക്കുന്നത്. ദൈവം തന്നാൽ കിട്ടും. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ പ്രാർത്ഥന എന്തുവാ? ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. കിട്ടും. അപ്പൊ വ്യത്യാസം മനസ്സിലായോ?
ഇത്രയും വലിയ വ്യത്യാസം വരാൻ കാരണം യേശു വന്നതുകൊണ്ടാണ്. യേശു വന്നതുകൊണ്ടാണ് നമുക്ക് ഇത്രയും വലിയ വ്യത്യാസം അവിടെ ഉണ്ടായത്. അപ്പം ഈ സമയത്ത് ശ്രദ്ധിച്ചോണം, നമ്മുടെ ഹൃദയം തകർന്നു പോകുവാൻ സാധ്യതയുണ്ട്. ഹൃദയം തകർന്നിട്ടുണ്ടെങ്കിൽ ആ മുറിവ് ഉണക്കുവാൻ ദൈവത്തോട് പറയണം. ആ മുറിവ് ഉണക്കിയതിന് ശേഷം, അപ്പം എങ്ങനെ മനസ്സിലായെന്ന് നോക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, മുറിവ് ഉണങ്ങിക്കഴിയുമ്പോൾ നമുക്ക് വീണ്ടും നമുക്ക് ആക്റ്റീവ് ആകും നമ്മുടെ പ്രത്യാശ. പ്രത്യാശ അവിടെ തന്നെ ഉണ്ട്, പ്രത്യാശ ആക്റ്റീവ് ആകും. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്ലിയർ ആയല്ലോ അല്ലേ? അതെ അതെ. ആമേൻ. അപ്പോൾ എപ്പോഴും ഓർത്തോണം, പഴയ നിയമവും പുതിയ നിയമവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത്, അവർക്ക് വന്നതുപോലെ എനിക്ക് വരാൻ സാധ്യതയില്ലേ. ഓർത്തോണം, യേശു പഴയ നിയമത്തിൽ മരിച്ചിട്ടില്ല, ക്രൂശിൽ മരിച്ചിട്ടില്ല. ക്രൂശ് എന്ന് പറയുന്നത് ഒന്ന് പിശാചിൻ്റെ തല തകർത്തു. അതായത് എന്നെ പരീക്ഷിക്കാൻ വരുന്ന ആളുടെ തല തകർത്തു, അവനെ ആയുധവർഗം വെപ്പിച്ചു. നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഒരു വാക്യം വായിക്കുന്നുണ്ടല്ലോ. ഏത് വാക്യം ഓർമ്മയുണ്ട്? വിശ്വാസ പ്രഖ്യാപനത്തിൽ എല്ലാ ദിവസവും വിശ്വാസ പ്രഖ്യാപനം പറഞ്ഞൊരു വാക്യം. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല പാമ്പുകളും തേളുകളും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാൻ എനിക്ക് അധികാരം തന്നിരിക്കുന്നു. എനിക്ക് ഒരിക്കലും ഒരു ദോഷം വരുത്തുകയില്ല. കണ്ടോ? അപ്പൊ പരീക്ഷിക്കാൻ വരുന്ന ആളെ പറ്റി ബൈബിളിൽ പറഞ്ഞിരിക്കുകയാണ്, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാൻ. ഞാൻ ചോദിച്ചോട്ടെ, ഈ അധികാരം തന്ന ആരാ? ദൈവം തന്ന അധികാരം യേശുക്രിസ്തു മൂലം. നിങ്ങൾക്ക് ദൈവം അധികാരം തന്നിട്ടുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും പറ്റത്തില്ലെന്ന് ആരാ പറഞ്ഞേക്കുന്നത്? ദൈവം. ഇനി ചോദിച്ചോട്ടെ, ഇങ്ങനെ ദൈവം പറഞ്ഞിട്ട് നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി നിങ്ങളുടെ ശരീരത്തെ നിങ്ങളുടെ ജീവിതത്തെയും പിശാചിന് ഇട്ടുകൊടുക്കുമ്പോൾ ഒന്നും ഒരിക്കലും ഒരു ദോഷവും നിങ്ങൾക്ക് വരുത്തത്തില്ല, പിശാചിനെ ചവിട്ടാൻ ദൈവം അധികാരം തന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഈ വചനത്തിന് ഏതിനാ ശക്തി? അപ്പം ദൈവം വാക്ക് മാറത്തില്ലല്ലോ. വചനത്തിന് ശക്തിയുണ്ട്. ദൈവം പറയുവാണ് ഒന്നും ഒരിക്കലും ഒരു ദോഷം വരത്തില്ല, പിശാചിനെ ചവിട്ടാൻ അധികാരം തന്നിരിക്കുന്നു. അപ്പോൾ യോബിനെ ശോധന പോലെ എൻ്റെ ജീവിതത്തിലേക്ക് ഇനി പിശാച് വന്നാൽ വചനം പറയുന്നു, എൻ്റെ അകത്തേക്കുന്ന വചനം പറയുകയാണ്, ഒന്നും എനിക്ക് ഒരു ദോഷവും ചെയ്യാൻ പറ്റത്തില്ല. രണ്ട്, പിശാച് ഇപ്പോൾ എൻ്റെ തലയ്ക്ക് മീതെയല്ല, എൻ്റെ കാൽ ചൂട്. എൻ്റെ അർത്ഥം അവൻ്റെ സകല ശക്തിയെയും ചവിട്ടാൻ എനിക്കിപ്പോൾ അധികാരമുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? അതായത് 6 അടി പൊക്കമുള്ള ഒരു മനുഷ്യരുടെ അടുക്കിലേക്ക് 2 വയസ്സുള്ള ഒരു കൊച്ചു വന്ന് ഉപദ്രവിക്കുന്നത് എങ്ങനെയാണോ അതേപോലെയാണ് ഇപ്പോൾ പിശാചും നിങ്ങളും. വ്യത്യാസം, ഇന്നലെ അവനായിരുന്നു സ്ട്രോങ്, അവൻ പഴയ നിയമത്തിൽ ശക്തിപ്പെട്ടു നിന്നു. പുതിയ നിയമത്തിൽ യേശു അവൻ്റെ തല തകർത്തിട്ട് വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. യേശു എനിക്ക് അധികാരം തന്നു, യേശു എൻ്റെ അകത്തും ഇരിക്കുന്നു. ഇത്രയും വ്യത്യാസങ്ങളാണ് ബൈബിളിൽ വന്നിരിക്കുന്നത്. ആമേൻ. അപ്പം നമ്മുടെ മനസ്സ് ഈ ദിവസങ്ങളിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. മനസ്സിൻ്റെ അകത്ത് കൈവച്ചിട്ട്, എന്തുകൊണ്ടാണ് ഇത് വരുന്നതിൻ്റെ കാരണം? നമ്മുടെ പ്രത്യാശ നഷ്ടപ്പെടുമ്പോഴാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്നതിൻ്റെ വിപരീതമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നുള്ളൂ. നിങ്ങൾ പേടിക്കുന്ന വിഷയം, നിങ്ങളെ ഭയപ്പെട്ട വിഷയം, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയം തിന്മയായി ഭവിക്കും എന്ന കൺഫർമേഷൻ മനസ്സിൽ നിറഞ്ഞതുകൊണ്ടാണ് ഹൃദയം തകർന്നു പോയത്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, സംഭവം അതല്ല നടക്കാൻ പോകുന്നത്. നിങ്ങളിപ്പോൾ വിശ്വസിക്കുന്ന സംഭവം ഉണ്ടല്ലോ, പറയുന്ന വചനം ഉണ്ടല്ലോ, അതേ നടക്കത്തുള്ളൂ. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, ഞാൻ പറയുന്ന വചനമേ നടക്കത്തുള്ളൂ എന്ന് പറ. ഞാൻ പറയുന്ന വചനമേ നടക്കത്തുള്ളൂ. അങ്ങനെയെങ്കിൽ ആ ഹൃദയത്തിലോട്ടൊന്ന് കൈയൊന്ന് എടുത്ത് വെച്ച്, മനസ്സിലോട്ടൊന്ന് മനസ്സ് കൈവച്ച്, നമ്മൾ കൈ എടുത്ത് വെക്കുമ്പോൾ അങ്ങനെ വെക്കുക. എന്നിട്ട് ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി ഇപ്പോൾ ആരും സൗണ്ട് മ്യൂട്ട് മാറ്റേണ്ട. യേശുവേ പ്രാർത്ഥിച്ച് ഹൃദയത്തിൻ്റെ അകത്ത് അവിശ്വാസം കൊണ്ടുവന്ന, ഭയം കൊണ്ടുവന്ന, അതായത് ഹൃദയം മുറിയുമ്പോൾ ഉണ്ടാകുന്ന വികാരങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ഭയം, ഭാരം, ഇതൊക്കെ നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ വേദനിപ്പിക്കുക. ഇതിൻ്റെ വേദന ഇങ്ങനെയൊക്കെയാണ്. ആ വേദനകൾ, ഭാരം, ഭയം, പ്രയാസം, കർത്താവേ ഞാനിത് മുഴുവനും ഞാൻ ഇന്ന് വചനത്തിൽ കേട്ടു, മനം തകർന്നവരെ അങ്ങ് രക്ഷിക്കും. ഇപ്പം ഞാൻ അങ്ങനെ ഇരിക്കുക. എൻ്റെ ഹൃദയത്തെ, എൻ്റെ മനസ്സിന് സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാത്ത, എന്താണെന്നറിയത്തില്ല ഒരു വിഷമം, എന്താണെന്ന് എനിക്ക് പറയാൻ അറിയത്തില്ല ഒരു ഭാരം, ഒരു വിഷമം, ഒരു ദുഃഖം ഇപ്പോൾ ഞാൻ അനുഭവിക്കുക. എനിക്ക് വിശ്വാസമുണ്ട്, പ്രതീക്ഷയുണ്ട്, വചനമുണ്ട്, പക്ഷേ എങ്കിലും എനിക്കറിയത്തില്ലൊരു വേദന. ആ വേദനയുടെ പേരാണ് ഹൃദയത്തിൻ്റെ അകത്ത് മുറിവ്. ഇന്ന് നമ്മളതിന് ആ മുറിവ് കർത്താവ് തൊടാൻ പോവുക. യേശുവിൻ്റെ മുറിവ് എൻ്റെ ശരീരത്തിൽ മാത്രമല്ല, എൻ്റെ മനസ്സിനെയും സൗഖ്യമാക്കും. എന്നിട്ട് പ്രാർത്ഥിച്ച്, യേശുവേ എൻ്റെ കർത്താവേ, അങ്ങ് എൻ്റെ ഹൃദയത്തിലെ മുറിവുകളെ ഉണക്കണം. മുറിവ് ഉണങ്ങിക്കഴിയുമ്പോൾ നമ്മുടെ അകത്തുണ്ടാകുന്നത് സമാധാനമാണ് എന്ന് പ്രാർത്ഥിച്ച്, യേശുവേ എൻ്റെ മുറിവുകളെ അങ്ങ് സൗഖ്യമാക്കണം. അങ്ങ് എനിക്ക് സൗഖ്യമാക്കണം എന്നല്ല, അങ്ങ് എന്നെ സൗഖ്യമാക്കും. എനിക്ക് സൗഖ്യമാകണം, എൻ്റെ മനസ്സിൽ സൗഖ്യം വേണം, എനിക്ക് മനസ്സിൽ ആരോഗ്യം വേണം, എൻ്റെ വിശ്വാസം ഇന്ന് വർദ്ധിക്കും. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു.
എൻ്റെ മനസ്സ്, ഇത് പ്രാർത്ഥിക്കാൻ എനിക്കറിയാൻ പറ്റും, വലിയൊരു ദൈവ സാന്നിധ്യം നിങ്ങളുടെ മേലേക്ക് പകരുക. ആ മനസ്സിലേക്ക് പരിശുദ്ധാത്മാവ് സ്പർശിക്കുക. ആ മനസ്സിലെ മുറിവുകൾ, വേദനകൾ, ഭാരങ്ങൾ, പ്രയാസങ്ങൾ, അവിശ്വാസം, പെറുപെറുപ്പുകൾ, ദുഃഖം, ഇതെല്ലാം ഇന്ന് സൗഖ്യമാകുക. ഇതാണ് നിങ്ങളെ പുറകോട്ട് വലിക്കുന്നത്. ഇതാണ് കർത്താവിലുള്ള വിശ്വാസത്തെ കെടുത്തി കളയുവാൻ നോക്കുന്നത്. ഇല്ലില്ല, ഭാരവും ഭയവും പ്രയാസവും ദൈവം തരത്തില്ല. ഇപ്പോൾ അതിനെ പുറത്താക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞ്, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അതിനെ പുറത്താക്കുന്നു. എൻ്റെ മുറിവേറ്റ ഹൃദയത്തെ യേശുവിൻ്റെ മുറിവിനാൽ ഞാൻ സൗഖ്യമാകുന്നു. ഇപ്പോൾ ഈ നിമിഷം ഞാൻ സമാധാനത്തോടെ ഇരിക്കും, ഞാൻ സമാധാനത്തോടെ ഉറങ്ങും, ഞാൻ സന്തോഷത്തോടെ ഇരിക്കും. എൻ്റെ മനസ്സിലേറ്റ മുറിവുകളെ യേശുവേ അങ്ങ് സൗഖ്യമാക്കുന്നല്ലോ, അങ്ങ് സൗഖ്യമാക്കുന്നല്ലോ. ഇന്നർ ഹീലിംഗ് എൻ്റെ മേലേക്ക് പകരുന്നല്ലോ. ആ മനസ്സൊന്ന് ഫ്രീ ആകട്ടെ, ബലം വ്യാപരിക്കട്ടെ, മനസ്സ് തകർന്ന അവസ്ഥ മാറട്ടെ. ഇത് പറയുമ്പോൾ തന്നെ ശരീരത്തിൻ്റെ മേലേക്ക് സൗഖ്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഈ മനസ്സ് സൗഖ്യമാകുമ്പോൾ തന്നെ ശരീരവും സൗഖ്യമാകുകയാണ്. ശരീരത്തിൻ്റെ മേൽ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം വരികയാണ്. മനസ്സിൻ്റെ മേൽ സൗഖ്യം വരുമ്പോൾ, വിശ്വാസത്തിൻ്റെ വചനങ്ങൾ പറയുവാൻ തുടങ്ങുമ്പോൾ, കർത്താവിലുള്ള അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തുറന്നു വരിക. കർത്താവ് അത് ചെയ്യും. നിങ്ങൾക്ക് വേണ്ടി ആ ദൈവം ചെയ്യും. നിങ്ങൾക്ക് വേണ്ടി അവൻ അത്ഭുതം ചെയ്യും. നിങ്ങൾ തകർന്നു പോകുവാൻ ദൈവം സമ്മതിക്കത്തില്ല. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യും, 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 ചെയ്യും. യേശു അത്ഭുത മന്ത്രിയാണ്. ദോഷമായിട്ടൊന്നും എനിക്ക് വേണ്ടി അവൻ ചെയ്യത്തില്ല. ദോഷമായിട്ടൊന്നും അവൻ ചെയ്യത്തില്ല. കർത്താവെ, ഞങ്ങൾ പഴയ നിയമത്തിൻ്റെ ശുശ്രൂഷകരല്ല, പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷകരാക്കി ദൈവം ഞങ്ങളെ പ്രാപ്തരാക്കിയെന്ന് വചനം പറയുന്നല്ലപ്പ. പുതിയ നിയമത്തിൻ്റെ രക്തത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. യേശുവിൻ്റെ രക്തം ഞങ്ങളുടെ സകല പാപവും പോക്കി ഞങ്ങളെ ശുദ്ധീകരിച്ചിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ജയം, യേശുവിൻ്റെ നാമത്തിൽ ജയം, യേശുവിൻ്റെ നാമത്തിൽ ജയം. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. എത്ര പേർക്ക് ഈ വചനം ഒരു അനുഗ്രഹമായിരുന്നു? ആമേൻ. ആമേൻ. അപ്പൊ ഈ ദിവസങ്ങളിൽ ഇനിയും മുന്നോട്ട് ഏതെങ്കിലും രീതിയിൽ, ഏതെങ്കിലും വാക്കുകളോ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് മുറിവുകൾ ഏറ്റാൽ ഇപ്പം മറക്കരുത്, ഈ ദൈവിക സന്ദേശം മറക്കരുത്. ഇത് നിങ്ങൾ ഓർത്ത് അപ്പം തന്നെ ഓർത്ത്, നമ്മുടെ കൈയും കാലും ഒക്കെ നമുക്കിടയ്ക്ക് മുറിയാറില്ലേ? മുറിയുമ്പം നമ്മൾ എന്താ ചെയ്യുന്നത്? അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ മനസ്സിന് മുറി വെക്കുമ്പം അറിയത്തില്ല, എന്തോ ഒരു ഭാരം, അതിനർത്ഥം മുറിവേറ്റിട്ടുണ്ട്. എന്തോ ഒരു ചിന്ത, എനിക്ക് എന്നാന്ന് പറയാൻ അറിയത്തില്ല, ഒരു മനപ്രയാസം, അതിൻ്റെ അർത്ഥം മനസ്സിൽ എവിടെയോ ഒരു മുറിവേറ്റു. ഉടനെ പ്രാർത്ഥി, കർത്താവേ, എൻ്റെ മനസ്സിൻ്റെ മേൽ യേശുവിൻ്റെ മുറിവിനാൽ, യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ മനസ്സ് സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ ആകുല ചിന്തകൾ മാറിപ്പോട്ടെ, ആ ഭാരങ്ങൾ മാറിപ്പോട്ടെ, ആ മുറിവുകൾ ഉണങ്ങട്ടെ. എങ്ങനെ ഒറ്റയടിക്കുന്ന പ്രാർത്ഥിച്ചാൽ മതി. കുറച്ച് നേരം അങ്ങനെ പ്രാർത്ഥിക്കണം. മനസ്സിലേക്ക് പരിശുദ്ധാത്മാവ് ആ സൗഖ്യത്തെ കൊണ്ട് നിറയ്ക്കും. ഈ ദിവസങ്ങളിൽ അത് മാറി ഒത്തിരി സാക്ഷ്യങ്ങൾ നമ്മൾ കേൾക്കും. എത്രയൊക്കെ സന്തോഷമുണ്ട് അവർ മാത്രം ആമേൻ പറഞ്ഞേ. എനിക്കറിയാം നമ്മൾ സാധാരണ പറയാത്തൊരു വിഷയമാണ് എന്നെടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ആവശ്യമാണ്. നമ്മുടെ വിശ്വാസത്തിൽ എത്ര പേർക്ക് ഇത് ആവശ്യമാണെന്ന് പറയുന്നവരുണ്ടായിരുന്നു? ആമേൻ. അപ്പൊ ഇന്ന് മുതൽ ഇങ്ങനെ പ്രാർത്ഥിച്ചോണം. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉടനെ പ്രാർത്ഥിക്കുക, എൻ്റെ മനസ്സ് സൗഖ്യമാവണം. നിങ്ങളുടെ ശരീരം പോലെ തന്നെ കൈയും കാലും ഇല്ല, കാണാൻ പറ്റുന്ന രീതി ഇല്ലെന്നേ ഉള്ളൂ. പക്ഷെ ഇതിനും ഉണ്ട് മുറിവുകളേക്കും. അത് ഓർത്തോണം, മനസ്സിന് മുറിവുകളേക്കും. ഓർത്തോണം, മനസ്സിന് മുറിവുകളേക്കും. നമ്മുടെ ഹൃദയത്തിൽ വിശ്വാസം മാത്രമല്ല, അവിശ്വാസം വരും, അതിനും മുറിവുകളേക്കും. അതുകൊണ്ടാണ് വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കും. തകരാൻ സാധ്യതയുണ്ട്, മുറിയാൻ സാധ്യതയുണ്ട്. പേടിക്കേണ്ട, അവിടെയും സൗഖ്യമുണ്ട്. അത് സൗഖ്യമാകണം. അപ്പോഴാണ് നമുക്ക് ഈ മനപ്രയാസങ്ങളിൽ നിന്നൊക്കെ നമുക്ക് സ്വാതന്ത്ര്യം പ്രാപിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പിയായിട്ട് നടക്കാൻ പറ്റും. എന്നാ വലിയ പ്രശ്നം വന്നാലും നമ്മൾ ഭയങ്കര ഫ്രീ ആയിരിക്കും. മനസ്സിലാണ് ഇപ്പോൾ കിടക്കുന്നത് കുഴപ്പം, ശരീരത്തിലല്ല. ശരീരത്തിലൊരു കുഴപ്പവും കാണത്തില്ല, പക്ഷെ മനസ്സിലാണ്. തമ്പുരാനെ തൊട്ടിരിക്കുന്നു. ഈ ദിവസങ്ങളിൽ അത്ഭുതം നടന്നു കഴിഞ്ഞു. നിങ്ങൾ ഇനി കണ്ണടച്ചുകൊണ്ട് നിങ്ങൾ രോഗിയായി തകരുന്നത് കാണരുത്. കണ്ണടച്ചുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമായി, എൻ്റെ യേശു എന്നെ സൗഖ്യമാക്കിയെന്ന് ഞാൻ പോയി പറയുന്നത് കണ്ടുകൊണ്ട് വേണം ഇനി പ്രാർത്ഥിക്കാൻ. മനസ്സിലാകുന്നുണ്ടോ? സൗഖ്യമായിട്ട് പെരയ്ക്കകത്ത് കയറിയിരിക്കുമല്ല, എന്നെ യേശു തൊട്ടുപോയത് ഞാൻ എല്ലായിടത്തും പോയി പറയാൻ പോകുക എന്നുള്ളത് കണ്ടുകൊണ്ട് വേണം പ്രാർത്ഥിക്കാൻ. അപ്പം മനസ്സിൻ്റെ അകത്ത് ആ ഒരു വചനത്താലുള്ള സൗഖ്യം നിറയും. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് ആർക്കെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളല്ല, സാക്ഷ്യങ്ങളുണ്ടെങ്കിൽ പറയാം. ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. നമ്മൾ വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റു പറയാൻ വേണ്ടി പോവാണ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. ഹലോ ബ്രദറെ. പറഞ്ഞു സിസ്റ്ററെ. ബ്രദറെ, പ്രാർത്ഥനയുടെ 5 മിനിറ്റ് മുമ്പ് ചെറിയൊരു വാക്കുകൊണ്ട്
വാക്ക് കേട്ടിട്ട് വളരെ ഭാരത്തോടെ ഞാൻ ഇരുന്നത്. പക്ഷെ ഈ വചനം കേട്ടപ്പോൾ എനിക്ക് മനസ്സിനും ശരീരത്തിനും വളരെ സന്തോഷം. ദൈവത്തിന് നന്ദി. ചെറിയൊരു വാക്കാണ്, ആമേൻ. പക്ഷെ അതുവരെ ഒരു കുഴപ്പമില്ലായിരുന്നു. ഈ പ്രാർത്ഥന തുടങ്ങുന്ന ഒരു 5 മിനിറ്റ് മുമ്പ് ഒരു ചെറിയ വാക്കുകൾ വളരെ ഭാരപ്പെടുത്തി. അപ്പൊ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് അത് കേട്ടിട്ട് ഇങ്ങനെ ഇരിക്കുവായിരുന്നു. ഇന്ന് ആ വചനം എനിക്ക് എന്റെ ദൈവം എന്റെ മനസ്സിനെ കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ദൈവത്തിന് ആമേൻ. ആമേൻ. 1000 തീർച്ചയായും. തീർച്ചയായിട്ടും. അപ്പോൾ സിസ്റ്റർ പറഞ്ഞ കാര്യം കറക്റ്റാണ്. ഇപ്പോൾ നമ്മൾ കേട്ടല്ലോ, അതിൻ്റെ സാക്ഷ്യവും നമ്മൾ കേട്ടു. ഞാൻ പറഞ്ഞില്ലേ, ഹൃദയം പല രീതിയിൽ ഇത് ഭയങ്കര സെൻസിറ്റീവ്. നമ്മുടെ ശരീരത്തിൽ ചിലപ്പം ഒരു ഉറുമ്പ് കടിച്ചാലോ ഒരു കൊതുക് കുത്തിയാലോ പെട്ടെന്ന് നമുക്ക് അറിയത്തില്ല. പക്ഷെ മനസ്സിൻ്റെ പ്രത്യേകത, ചെറിയൊരു കാര്യം മതി സെൻസ് ചെയ്യും, പെട്ടെന്ന് മുറിവേൽക്കും. അപ്പോൾ മനസ്സ് മുറിവേറ്റതിന് കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് ആകുലതകൾ, ഭാരങ്ങൾ ഇതിങ്ങനെ സ്പീഡിൽ വരാൻ തുടങ്ങും. അപ്പോൾ മനസ്സിലാക്കണം മുറിവേറ്റിരി. ഇപ്പം നിങ്ങൾ സെൻസ് ചെയ്യാൻ മനസ്സിലായോ? അപ്പോൾ അത് മുറിവ് ഉണങ്ങിയ ബ്രദർ എന്നാ ഗുണം? നമ്മുടെ വിശ്വാസം ആക്റ്റീവ് ആകും, നമ്മുടെ പ്രത്യാശ ആക്റ്റീവ് ആകും. അപ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയാവോ? നമുക്ക് കർത്താവിനാലുള്ള സാക്ഷ്യങ്ങൾ ഉണ്ടായി വരും. ആമേൻ. സിസ്റ്ററിനെ കർത്താവ് തൊട്ടല്ലോ, ആരൊക്കെ എന്നാ പറഞ്ഞാലും നമ്മളൊരു കാര്യം ഉറപ്പിച്ചോണം. യേശു പറഞ്ഞതുപോലെ ദൈവത്തിൽ വിശ്വസിപ്പിൻ. കർത്താവ് ഉണ്ട്, പേടിക്കണ്ട കേട്ടോ. ദൈവം ഉണ്ട്. ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ എന്നെ കൈവിടത്തില്ല. ആമേൻ. ആമേൻ. സാക്ഷ്യത്തിനായി നന്ദി. മറ്റാരെങ്കിലും ഉണ്ടോ? ഹലോ പറഞ്ഞു സിസ്റ്റർ. ഹലോ പ- ഞാൻ മഞ്ജുവാണേ. ഞാൻ ഇന്നലെ പറഞ്ഞു സിസ്റ്റർ. തൊട്ടിട്ട് എനിക്ക് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. അങ്ങനെ ഹൃദയം ഇപ്പൊ തകർന്ന് ഇരിക്കില്ലേ എന്ന മാതിരി ഭയങ്കര ഭാരമായിട്ട് ഇരിക്കുകയായിരുന്നു. പ്രാർത്ഥന തുടങ്ങണ മുമ്പ് വരെയും പല പ്രശ്നത്തിന്റെ ഇടയിൽ ഭയങ്കര ഭാരമായിരുന്നു. പക്ഷെ ഇത് പ്രാർത്ഥന കേട്ട ശേഷം എനിക്ക് ഇത്തിരി സമാധാനവും ഉണ്ട്. ആമേൻ. തീർച്ചയായും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ മുറിവ് ഉണങ്ങിയെന്ന് അതിൻ്റെ അർത്ഥം. ആമേൻ. ആമേൻ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ ശരീരം പോലെ തന്നെ ഒരു സംഭവമാണ് മനസ്സും. ഈ മനസ്സിൽ ലോകത്തിൽ ഞാൻ പറഞ്ഞു ഒരു ഡോക്ടർക്കും പരിഹാരമില്ല. ഡോക്ടർ തരുന്ന മരുന്നുകളൊന്നും ഇത്ര ചിന്തിച്ചാൽ മതി. ഡോക്ടർ തരുന്ന മരുന്നെല്ലാം പൊട്ടിയെ കുപ്പിച്ചില് ചേർത്ത് വെച്ച് സെലോറ്റോ പൊട്ടിക്കുന്നത് പോലെയാണ്. നേരെയാകാൻ പറ്റത്തില്ല. പക്ഷേ നല്ല വൈദ്യനായ ദൈവം, കർത്താവിന് കഴിയും. ദൈവത്തിന് മാറ്റാൻ പറ്റാത്ത. ഞാനൊരു ഉദാഹരണം പറഞ്ഞിട്ട് നമുക്ക് വീണ്ടും മുന്നോട്ട് പോകാം. ഗദരദേശത്തിലെ ഭൂതം ഇങ്ങനെ പറഞ്ഞേക്കുന്നത്, ഭൂതം ബാധിച്ച മനുഷ്യൻ, അവന് ഭ്രാന്തായിരുന്നു. അവൻ സ്വന്തമായിട്ട് ചെങ്ങലയിട്ട് അവൻ ചെങ്ങല തന്നെ പൊട്ടിച്ച് താടിയും മുടിയും വളർത്തി വസ്ത്രം പോലും ധരിക്കാത്തൊരു പ്രാകൃത മനുഷ്യൻ. യേശു വന്നു, അവൻ്റെ ശരീരത്തിൽ കൂടിയിരുന്ന പിശാചുക്കളെ യേശു പുറത്താക്കി, അവൻ്റെ മനസ്സിനെ ഉറപ്പിച്ചു ദൈവം. അവൻ എന്ത് സംഭവിച്ചു? അവൻ വസ്ത്രമിട്ടു, അവൻ വൃത്തിയായി, അവൻ്റെ കുടുംബവുമായിട്ട് സന്തോഷിച്ചു. ഒന്നാലോചിച്ച് നോക്കി. ഭൂതം ബാധിച്ച് മാനസിക രോഗിയായിരുന്ന അവന് യേശു തൊട്ടു, അവനിപ്പം നല്ലവനായി മാറി തീർന്നിരിക്കുന്നു. നമ്മുടെ മനസ്സിനെ തൊടുവാൻ യേശുവിന് കഴിയും. എത്ര തകർന്ന ഹൃദയമാണെങ്കിലും കർത്താവ് അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ദൈവം പണിത് നൽകും. കാര്യം ഇതിൻ്റെ ഉടമസ്ഥൻ ഡോക്ടറല്ല, ദൈവമാണ്. ഈ മനസ്സ് തന്ന ദൈവമാണ്, ശരീരം തന്ന ദൈവമാണ്, കണ്ണും കാലും കൈയും മൂക്കും ആന്തരിക അവയവങ്ങളും തന്ന ദൈവമാണ്. ഈ ദൈവത്വമാണ് നമ്മുടെ ദൈവം. ഈ ദൈവം നമുക്ക് വേണ്ടി ചെയ്യും. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സാക്ഷ്യത്തിനായി നന്ദി. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദറെ, പറഞ്ഞു. ഞാൻ എന്റെ ജോലി സ്ഥലത്ത് വേറൊരു വ്യക്തി, എനിക്ക് 2-3 ദിവസമായിട്ട് ഈ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിനെ ആ വചനം ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ ഇന്നലെ ഞാൻ അത് കുറെ പ്രാവശ്യം പറഞ്ഞായിരുന്നു. അപ്പൊ ജോലി സ്ഥലത്ത് വേറൊരു വ്യക്തി ചെയ്ത കാര്യം എന്റെ പേരിലാക്കാൻ ശ്രമിക്കുകയും അതിനെതിരെ നടപടിയെടുക്കുവാനും ശ്രമിച്ചു. പക്ഷെ ഒന്നും അവർക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. അത് ഈ വചനത്തിന്റെ മഹത്വമാണെന്ന് ഞാൻ അറിയുന്നു. അതിന് ബ്രദറിന് ഒരുപാട് നന്ദി പറയുവാണ്. കാര്യം ഈ വചനം അറിയാവുന്നത് കൊണ്ട് മാത്രമാണ് എനിക്ക് അവിടെ പിടിച്ചു നിൽക്കാനും കഴിഞ്ഞത്. ഒരുപാട് സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ നന്ദി. സിസ്റ്റർ എനിക്ക് സാക്ഷ്യം അയച്ചിരുന്നു. സിസ്റ്റർ അവിടെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് സിസ്റ്റർക്കെതിരെ പ്ലാൻ ചെയ്ത് ഗൂഢാലോചന ചെയ്ത് സിസ്റ്ററെ കുടുക്കിലാക്കുവാൻ അവർ നോക്കി. കുടുക്കിലാക്കി ജോലി തന്നെ നഷ്ടപ്പെടുത്തുവാനുള്ള പദ്ധതിയായിരുന്നു. പക്ഷേ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ സിസ്റ്റർ വചനം പറഞ്ഞു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവ് എനിക്ക് അധികാരം തന്നിരിക്കുന്ന ഒന്നും ഒരിക്കലും ഒരു ദോഷവും വരുത്തില്ല. വിരോധവും പ്രതികൂലവുമായി ഗൂഢാലോചന ചെയ്തവരെയൊക്കെയും ദൈവം തകർത്ത് കളഞ്ഞു. ദൈവം സിസ്റ്ററെ അവിടെ ഉറപ്പിച്ചു എന്ന സാക്ഷ്യം നമ്മൾ കേട്ടത്. ആ വചനം തന്ന ദൈവത്തിനായി ഞാൻ സ്തുതിക്കുന്നു. കർത്താവ് ഇനിയും 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 അവിടെ മാനിക്കുന്നതിന് നന്ദി. ആമേൻ. ബ്രദറെ, ഞാൻ ഹലോ പറഞ്ഞു. ഞങ്ങള് കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾക്കൊരു ഫ്ലാറ്റിന് വേണ്ടിയിട്ടുള്ള, ഞങ്ങൾ നേരത്തെ ഇവിടെ വന്നപ്പോ ഇവരോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 3-4 മാസമേ ഞങ്ങൾ ഉണ്ടാവൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
കാരണം ഞങ്ങൾക്ക് വേറെ ശരിയാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പറഞ്ഞത്. അപ്പം പെട്ടെന്ന് അവരോട് ഞങ്ങൾ അങ്ങനെ പറഞ്ഞത് കാരണം അവർ ആ ടൈമിനനുസരിച്ച് വേറെ ആളെ ഇവിടെ അറേഞ്ച് ആക്കി. അപ്പൊ ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ മാറി തരണം എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ വേറെ കുറെ സ്ഥലത്ത് ചോദിച്ചു, അപ്പൊ എവിടെയും കിട്ടിയില്ല. എനിക്ക് നാളെയാണ് എനിക്ക് മാറേണ്ട ഡേറ്റ്. എപ്പോഴും ഇതുപോലെ അന്നും ഇതേ ഒരു അവസ്ഥ എനിക്ക് ഉണ്ടായിരുന്നു. അപ്പോ ഇന്നലെയൊക്കെ ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് ഇവിടുന്ന് മാറണ്ട, നമുക്ക് അയാളോട് ഒന്നും കൂടി പറയാന്ന് പറഞ്ഞു. അയാളോട് പറഞ്ഞാലും എന്തായാലും അയാൾ കേൾക്കില്ല, കാരണം അയാൾ ഓൾറെഡി വേറൊരാൾക്ക് അഡ്വാൻസ് വാങ്ങിച്ചതാണല്ലോ. അപ്പൊ നമ്മൾ മാറിയേ പറ്റൂ. അപ്പൊ നമ്മൾക്ക് കിട്ടാത്തത് അവരുടെ കുറ്റം കൊണ്ടല്ലല്ലോ. അപ്പൊ ഞാനിങ്ങനെ, അപ്പൊ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു സാരമില്ല നമുക്ക് മാറാതിരുന്നാ പോരെ. ഇല്ല, പുള്ളി ആ ഒരു ധൈര്യത്തിൽ ഇങ്ങനെ നിൽക്കുവാണ്. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മൾ എന്തായാലും മാറും, കാരണം നമ്മുടെ ദൈവം വലിയവരാണല്ലോ, നമുക്ക് എന്തായാലും എവിടെയെങ്കിലും നമുക്ക് തരും എന്ന് പറഞ്ഞു. അപ്പൊ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു ഈ ചെറിയ സമയത്തിനുള്ളിൽ നമുക്ക് എങ്ങനെ കിട്ടും, അത് സാധ്യത കുറവാ, സാരമില്ല നമുക്ക് പോണ്ട. ആ ഒരു ഉറപ്പിൽ തന്നെ പുള്ളി നിൽക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മൾ അവരെ അങ്ങനെ ചതിക്കുന്നത് ശരിയല്ലല്ലോ, നമുക്ക് എന്തായാലും മാറാന്ന് പറഞ്ഞിട്ട് ഇന്നലെ രാത്രിയിൽ ഞാൻ ഭയങ്കര ടെൻഷനിലാണ്. കാരണം പുള്ളിയോട് സമാധാനിപ്പിക്കുന്നുണ്ടെങ്കിലും കൂടി നമ്മൾ മനുഷ്യന്മാരല്ല, നമ്മുടെ ഉള്ളിലൊരു ടെൻഷനാണല്ലോ എപ്പോഴും. അപ്പോഴും ഞാൻ ഈ വചനങ്ങളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. കർത്താവെ എന്നെ ഒന്ന് നോക്കണേ, എന്റെ അവസ്ഥ, എന്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ ഞാനിങ്ങനെ നമ്മൾ വർത്തമാനം പറയുന്നത് പോലെ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ ഇന്നലെ രാത്രിയിൽ പെട്ടെന്ന് ഞങ്ങൾ താമസിക്കുന്നിടത്തുനിന്ന് ഫാമിലീസ് മാത്രം താമസിക്കുന്ന ഒരു ഫ്ലാറ്റ് കുറച്ച് അപ്പുറത്തുണ്ട്. അപ്പൊ എനിക്കിങ്ങനെ എന്നോട് ആരോ പറയുന്നത് പോലെ തോന്നുക, അവിടെ ഫ്ലാറ്റ് ഉണ്ട് എന്ന് പറയുക. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ അന്ന് ചോദിച്ചതാണല്ലോ അവിടത്തെ പോയിട്ട്, അപ്പൊ ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇന്ന് രാവിലെ ഞാൻ വീണ്ടും ചെന്ന് അവിടെ ചോദിച്ചപ്പോ അവിടുത്തെ വാച്ച്മാൻ പറഞ്ഞു ഇവിടെ ഫ്ലാറ്റ് കാലിയില്ല എന്ന് പറഞ്ഞു. അവിടെ തന്നെ ഈവനിങ് ഒരു 6 മണിയായപ്പോ ഞാൻ എന്റെ ഒരു ഫ്രണ്ടിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവര് വിളിച്ചിട്ട് അതേ ഫ്ലാറ്റിൽ ഒരു റൂം അവിടെ റെഡി ആയിട്ടുണ്ട്, ഒരു ഫ്ലാറ്റ് ഇത് അവിടെ കാലിയുണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. സെയിം ഞാൻ കണ്ട അതേ സ്ഥലം, എന്നോട് ഉള്ളിൽ ആരോ പറഞ്ഞ അതേ സ്ഥലമാണ് ഞാൻ ഇപ്പം നമ്മൾ നാളെ മാറാൻ പോകുന്ന ആ ഫ്ലാറ്റ്. അപ്പൊ ഇപ്പൊ ഈവനിങ് ഒരു 6 മണിയായപ്പോ എന്നോട് വിളിച്ചു പറഞ്ഞു അവിടെ ഉണ്ട്, നാളത്തേക്ക് നിങ്ങൾക്ക് മാറാൻ പറ്റൂന്ന് വിളിച്ചു പറഞ്ഞു. അപ്പൊ ദൈവത്തിന് നന്ദി. ആമേൻ. നന്ദി കർത്താവേ എന്ന് പ്രിയ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വിശ്വാസം അപ്പൊ പറയുമ്പോഴും ഭാരപ്പെട്ട ഹൃദയത്തിന്റെ കാര്യം അകത്തൊരു പറഞ്ഞപ്പോ ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു, ഇത്രയും സമയം ഞാൻ ഭാരത്തോടെയാ ഇരുന്നത്. പക്ഷെ അപ്പോഴും ഞാനിങ്ങനെ, നമുക്കറിയാലോ വചനത്തിൽ വിശ്വസിക്കണം എന്ന് പറയുമ്പോഴും മനുഷ്യന്മാരല്ലേ നമ്മൾ. അപ്പൊ നമുക്ക് ഇടയ്ക്കെങ്കിലും നമ്മുടെ മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറും. പെട്ടെന്ന് ഞാൻ വിചാരിക്കും വേണ്ട, ദൈവത്തിൽ വിശ്വസിക്കണല്ലോ നമ്മൾ അതില്. അപ്പൊ വീണ്ടും ഞാൻ വിശ്വസിക്കുന്നു ദൈവമേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയും ഞാൻ. പക്ഷെ ആ സമയത്ത് ഞാനിങ്ങനെ ഓർക്കുവാണ്, നമ്മൾ അങ്ങനെ വിഷമം വരുമ്പോൾ നമ്മൾ മാറിപ്പോയാലും നമ്മളെ വീണ്ടും വിശ്വാസത്തിലേക്ക് തന്നെ പിടിച്ചു വെക്കുകയാണെന്ന്, അത്രത്തോളം ആമേൻ. നമ്മളെ അടുപ്പിക്കുന്നുണ്ടെന്ന്. തീർച്ചയായിട്ടും സിസ്റ്റർ പറഞ്ഞൊരു വാക്ക് ശ്രദ്ധിച്ചാൽ മതി. സിസ്റ്റർ ഭാരപ്പെട്ടു, അത് കിട്ടാതെ വന്നപ്പോൾ ഭാരപ്പെട്ടു. പക്ഷെ കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ദൈവം അത് മുന്നമേ ഒരുക്കി വെച്ചു. പക്ഷെ മനസ്സിൽ ഭാരം വന്നു. അതിൻ്റെ ഭാരം വരാൻ കാരണം ഒന്നും കിട്ടുന്നില്ലല്ലോ. പക്ഷെ ദൈവം അത് ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം കിട്ടിക്കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഞാൻ വെറുതെ ഭാരപ്പെട്ടു. മനസ്സിലാകുന്നുണ്ടോ? സിസ്റ്റർ പറഞ്ഞ വാക്ക് ശ്രദ്ധിച്ചാൽ മതി. അപ്പം ഭാരം വരുന്നത് ഉറപ്പിച്ചോണം. ദൈവത്തിലുള്ള പ്രത്യാശ അത് കിട്ടില്ല എന്ന ഉറപ്പാണ് നമ്മളിൽ നിറയുന്നത്. അപ്പോൾ ഒരു കാര്യം എപ്പോഴും സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ മനസ്സിലായി വെറുതെ ഞാൻ ഭാരപ്പെട്ടു, കർത്താവ് എനിക്കത് തന്നു. ഇത്ര നിങ്ങൾ ഓർത്താൽ മതി, ദൈവം അത് തരും. എപ്പോഴും പറയണം ദൈവം തരും. പ്രശ്നങ്ങൾ മനസ്സിൻ്റെ അകത്ത് ഭാരം വരുമ്പോൾ പറഞ്ഞാൽ അത് കർത്താവ് എനിക്ക് വേണ്ടി ചെയ്യും. അത് പറയുമ്പം ആ ഒരു വാക്ക്, ആ ഒരു വചനം നിങ്ങളുടെ മനസ്സിനെ സൗഖ്യമാക്കും. ആ ഒരു വാക്ക് മതി നിങ്ങളെ ബലപ്പെടുത്താനും നിങ്ങളെ ശക്തീകരിക്കാനും. എപ്പോഴും പറഞ്ഞ കർത്താവ് എനിക്ക് വേണ്ടി ചെയ്യും. ഒന്നും പറ്റില്ലെങ്കിൽ ഒരു 10 തവണ അത് ചുമ്മാ പറഞ്ഞോണം, കർത്താവ് എനിക്ക് വേണ്ടി ചെയ്യും. ആ ഒരു വചനം അകത്തോട്ട് ചെന്നിട്ട് ഈ മുറിവുകളെ സൗഖ്യമാക്കും. നമുക്ക് തുടർമാനമായിട്ട് ഇത് കേൾക്കാം. ഈ വിഷയം പ്രാർത്ഥനയോടെ തന്നെ പോവാം. കർത്താവ് ചെയ്ത ആ സാക്ഷ്യത്തിന് നന്ദി പറയുന്നു. ഇനിയും ദൈവം അതേപോലെ നിറയ്ക്കട്ടെ. ദേശത്ത് അനുഗ്രഹമാക്കി കർത്താവ് മാറ്റട്ടെ. ആമേൻ. 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 ബ്രദറെ കാര്യം ഹലോ. കൂടി ഉണ്ട് brother. പറഞ്ഞു. ഒരു കാര്യം കൂടി ഉണ്ട്. എന്റെ ഹസ്ബൻഡ് ഞാൻ പറഞ്ഞിരുന്നല്ലോ ഒരു ജോലിക്ക്, പുള്ളി ഡ്രൈവറായിട്ട് ഒരു ജോലിക്ക് കയറിയിട്ടുണ്ടെന്ന്. അപ്പൊ പുള്ളിയുടെ പ്രൊഫഷൻ അതല്ല, പക്ഷെ പുള്ളിക്ക് ഡ്രൈവിംഗ് ജോലി ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അത് ഓക്കെ ആണ്. അതിപ്പോ ആ ജോലിയിൽ പുള്ളി ഭയങ്കര ഹാപ്പിയാണ്. അപ്പൊ ഇന്ന് പുള്ളിയുടെ ഒരു റൈഡ് ചെയ്തപ്പോ അതിലൊരു ഒരു നോർത്ത് ഇന്ത്യൻ
ഒരാളെ കണ്ടു. അപ്പൊ പുള്ളി സംസാരിച്ചപ്പോ പുള്ളിയോട് ഇങ്ങനെ ഡ്രൈവിംഗ് ഒക്കെ 2-3 മണിക്കൂർ റൈഡായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞപ്പോ ഈ അതിൽ കയറിയ ആ പാസഞ്ചർ പറഞ്ഞു, ഹസ്ബൻഡിനോട് പറഞ്ഞു, നല്ല ഡ്രൈവാണ്, ഭയങ്കര സ്മൂത്ത് ഡ്രൈവിംഗ് ആണ്, വണ്ടിയിൽ ഇരിക്കുമ്പോൾ നമുക്കൊരു നല്ലൊരു കംഫർട്ടബിൾ ആണ് എന്ന് ഒക്കെ പറഞ്ഞു. അപ്പൊ പുള്ളിയോട് പറഞ്ഞു അവരുടെ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഓഫീസിൽ രാവിലെ കൊണ്ടുവിടാനും വൈകിട്ട് കൊണ്ടുവരാനുമായിട്ട് നിങ്ങൾ ഇതിന്റെ ഇടയിൽ ഒരു ടൈം കിട്ടുമോ നിങ്ങൾക്കൊന്ന് ചോദിച്ചു. ഇപ്പൊ ഈ ചെയ്യുന്ന ജോലിയുടെ ഇടയിൽ നിങ്ങൾക്ക് ഒരു ടൈം കിട്ടുവാണെങ്കിൽ നിങ്ങൾ അത് എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ ഇൻകം കൂടി കിട്ടുമെന്ന് പറഞ്ഞു. അപ്പൊ ഹസ്ബൻഡിനോട് പറഞ്ഞു നിങ്ങൾ അതൊന്ന് ആലോചിച്ചിട്ട് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇപ്പൊ പുള്ളിയുടെ കയ്യിൽ വണ്ടിയില്ല, അപ്പൊ വണ്ടിയും കൂടെ ഒന്ന് റെഡിയാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ കുറച്ചു ദിവസം മുന്നേ എപ്പോഴും നമ്മൾ ഈ പ്രാർത്ഥിക്കുമ്പോഴും ആക്കുമ്പോഴും ഒക്കെ ബ്രദർ നമ്മളോട് പറയാറില്ലേ, വരുമാന മാർഗം അനുഗ്രഹിക്കപ്പെടും, നമുക്ക് നമുക്ക് ഒന്നിലധികം വരുമാന മാർഗങ്ങൾ നമുക്ക് കിട്ടും, എപ്പോഴും ഇങ്ങനെ പറയാറുണ്ടല്ലോ. അതിങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമ്പോ. അപ്പൊ ഇന്നിപ്പോ ചെയ്യുന്ന ജോലി കൂടാതെ ഒരു വരുമാന മാർഗം ഇല്ലാതിരുന്ന ഒരു നാള് പോലും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഇന്നിപ്പോ ചെയ്യുന്ന ജോലി കൂടാതെ ഒരു എക്സ്ട്രാ ഇൻകത്തിനും കൂടിയുള്ള ഒരവസരം ദൈവം കൊടുത്തു എന്ന് ആ സമയത്ത് തോന്നി. അപ്പൊ തന്നെ എന്നെ വിളിച്ചു പറഞ്ഞു. അപ്പൊ തന്നെ ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പൊ എപ്പോഴും ഞാൻ വാരി വിതറി വായ്പ വാങ്ങുകയില്ല, കൊടുക്കും, പല രീതിയിലും വരുമാന മാർഗങ്ങൾ, ഒന്നിലധികം വരുമാന മാർഗങ്ങൾ അനുഗ്രഹിക്കപ്പെടും, ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കാറുണ്ട് എപ്പോഴും. കാരണം അത് കേൾക്കുന്ന നാള് തൊട്ട് നമുക്ക് അറിയുന്നതിന്റെ പരിമിതികൾ വെച്ചിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. അപ്പൊ ഇന്നത് കേട്ടപ്പോ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. അപ്പൊ ഓരോ ദിവസവും നമ്മൾ പറയുന്നതൊക്കെയാണ് നമുക്ക് തിരിച്ചു കിട്ടുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷം. ആമേൻ. തീർച്ചയായിട്ടും പ്രിയ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ഒത്തിരി ഞെരുക്കത്തിലൂടെ കടന്നു പോയവരാണ്, സാമ്പത്തികമായിട്ട് ഒത്തിരി തകർച്ചയിലൂടെ കടന്നു പോയവരാണ്. പക്ഷെ ഇന്ന് ഓരോന്നായി വിളിച്ചു പറഞ്ഞ വചനങ്ങൾ അവരുടെ ജീവിതത്തിൽ സാക്ഷ്യങ്ങളായി പറയുവാൻ, ഒരു സമയത്ത് ഭാരത്തോടെ പറഞ്ഞ ആളുകൾ ഇന്ന് സാക്ഷ്യത്തോടെ പറയുവാൻ, അവർ പറഞ്ഞ വചനങ്ങൾ വിതച്ച വിത്തുകൾ അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി വരുന്നത് കേൾക്കുവാൻ ദൈവം നമ്മളെ സഹായിച്ചല്ലോ. കർത്താവ് ചെയ്ത പുതിയ നന്മകൾക്കായി ഇനിയും വർദ്ധിക്കുന്നതിന് നന്ദി പറയുന്നു. സാക്ഷ്യങ്ങൾക്കായി നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദറെ, എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട്. പറഞ്ഞു. ബ്രദറെ, കഴിഞ്ഞ ഒരു മാസമായിട്ട് എനിക്ക് ഭയങ്കര മനപ്രയാസവും സങ്കടവും ഒക്കെ ആയിരുന്നു. അച്ചായൻ മരണപ്പെട്ടു പോയായിരുന്നു. അതിൽ പിന്നെ എനിക്ക് എപ്പോഴും കരച്ചിലും സങ്കടമൊക്കെ ആയിരുന്നു. ഇന്നത് പറഞ്ഞത് എന്നോടാണെന്നും പോലെ എനിക്ക് തോന്നുന്നു. എനിക്കിപ്പം ഭയങ്കര സന്തോഷം, മനസ്സിനോട് എന്തോ ഒരു ധൈര്യം കിട്ടിയത്. ആമേൻ. തീർച്ചയായിട്ടും പ്രിയ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ആ മരണനിമിത്തം ഉണ്ടായ മുറിവാണത്. ഇന്ന് ഈ വചനത്തിൽ നമ്മൾ കേട്ടതുപോലെ ഇപ്പം മനസ്സിൻ്റെ അകത്ത് ഒരു സമാധാനവും ഒരു സന്തോഷവും ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ മുറിവിനെ ദൈവം ഉണക്കി സൗഖ്യമാക്കിയിരിക്കുന്നു. കർത്താവിൻ്റെ കൃപയ്ക്ക് നന്ദി, ആ സൗഖ്യത്തിന് നന്ദി, മനസ്സിന് കൊടുത്ത സൗഖ്യത്തിന് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ബ്രദറെ, പറഞ്ഞു. കേൾക്കുന്നുണ്ടോ ബ്രദറെ? പറഞ്ഞു. ബ്രദറെ, നാളെ ഇന്നത്തെ ഈ വചനം കർത്താവ് എൻ്റെ മനസ്സിന് ഒത്തിരി സമാധാനം തന്നൊരു പ്രയറാണ്. 2 ദിവസമായിട്ട് ഒത്തിരി മനപ്രയാസത്തിലായിരുന്നു. മോളുടെ കൂടെ പഠിച്ചൊരു കുട്ടി പെട്ടെന്ന് ആക്സിഡന്റിൽ മരിച്ച്. കുഞ്ഞുങ്ങളെല്ലാം ആകെ കരഞ്ഞും ആകെ തകർന്നിരിക്കുന്നൊരവസ്ഥയിലാണ്. ആ കുഞ്ഞുങ്ങൾക്ക് ഈ വചനം ഒരു അനുഗ്രഹമാകും. എല്ലാവരും നാളെ BSc നഴ്സിംഗിന്റെ പരീക്ഷ ആണ് നാളെ. പിള്ളേർ അതെങ്ങനെ അറ്റൻഡ് ചെയ്യുമെന്ന് അറിയത്തില്ല. അതുപോലെ കുഞ്ഞുങ്ങളെല്ലാം വിഷമിച്ചാണ് ഇരിക്കുന്നത്. ഇത് കേൾക്കുന്ന എല്ലാ ദൈവമക്കളും ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. പരീക്ഷ നല്ലപോലെ അറ്റൻഡ് ചെയ്യാൻ പ്രാർത്ഥിക്കണം. കുഞ്ഞുങ്ങളോട് ഞാൻ ഈ പ്രെയർ കേൾക്കാൻ ഇനി ഇത് കഴിഞ്ഞ് പറയാനിരിക്കുകയാണ്. ഇന്നത്തെ ഈ പ്രെയർ ഒത്തിരി എൻ്റെ മനസ്സിന് സമാധാനം തന്ന് അതിന് ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. ആമേൻ. തീർച്ചയായിട്ടും പ്രിയ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ആ കുഞ്ഞുങ്ങൾക്കൊരു അനുഗ്രഹമായി തീരട്ടെ. ആ മുറിവുകൾ, വേദനകൾ, മുറിവുകൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത് പോലെ തന്നെ മനസ്സിലെ മുറിവുകളും ദൈവം സൗഖ്യമാക്കി. പ്രിയ സിസ്റ്റർക്ക് സംഭവിച്ച അതേ സൗഖ്യം ആ കുഞ്ഞുങ്ങൾക്കും ഉണ്ടാകട്ടെ. നാളത്തെ ആ പരീക്ഷ അവർക്ക് എഴുതുമ്പോൾ മനപ്രയാസത്താൽ തകർന്നു പോകാതെ കർത്താവിലൊരു ബലം അവരോട് ഉണ്ടാകട്ടെ. ഞങ്ങൾ ഒരുമിച്ചെന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്യുന്ന വൻ കൃപയ്ക്ക് നന്ദി. ആ സന്ദേശം കേൾക്കുമ്പോൾ അവർക്കൊരു ബലമായി തീരട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ.
കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദറെ എനിക്കൊരു വലിയ സാക്ഷ്യം പറയാനുണ്ട്. പറയൂ സിസ്റ്ററെ. എന്റെ എന്റെ ചേച്ചി കുവൈറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ചേച്ചിയുടെ വിസ തീരാറായി. അപ്പൊ ചേച്ചി ഒരു 2 മാസമായിട്ട് എന്നോട് പറയുന്നുണ്ട്, ഈ മാസം കൂടി കഴിഞ്ഞാൽ വിസ തീരും, പിന്നെ എനിക്ക് ലീവിന് പോകാൻ പറ്റത്തില്ല. അങ്ങനെ വിസ പുതുക്കി കിട്ടാത്തതിന് കാരണം ചേച്ചിയുടെ ക്ലിനിക്കില് ആ ഒരു ബിൽഡിങ്ങിന് ലൈസൻസ് പുതുക്കാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പം അത് എന്തൊക്കെയോ ഇഷ്യൂസ്, ലീഗൽ ഇഷ്യൂസ് ഒക്കെയാണ് എന്നൊക്കെ പറഞ്ഞ് ചേച്ചി ഇങ്ങനെ ഭയങ്കരമായിട്ട് സങ്കടം പറയുമായിരുന്നു. അപ്പൊ ഞാൻ പറയും, ചേച്ചി വിഷമിക്കേണ്ട, കർത്താവിൽ ആശ്രയിക്കുന്നവരെ ദൈവം ഒരിക്കലും ലജ്ജിക്കത്തില്ല. ചേച്ചിയുടെ ആ ഡേറ്റ് തീരുന്നതിന് മുമ്പ് തന്നെ ചേച്ചിയുടെ ബിൽഡിങ്ങിന്റെ ലൈസൻസ് പുതുക്കി കിട്ടും, ചേച്ചിയുടെ വിസയും ആകുമെന്ന് പറഞ്ഞു. അപ്പൊ ചേച്ചി പറഞ്ഞു, അറിയത്തില്ലടി, കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അറിയത്തില്ല, പക്ഷെ ദൈവത്തിന്റെ വലിയ കൃപ കൊണ്ട് ഒരു വിതിൻ 2 days കൊണ്ട് തീരുന്ന ഒരാഴ്ചക്ക് മുമ്പ് തന്നെ ചേച്ചിയുടെ ബിൽഡിങ്ങിന്റെ ലൈസൻസ് പുതുക്കി കിട്ടി. ചേച്ചി റീസൺ ഒന്നും അറിയത്തില്ല, പെട്ടെന്ന് തന്നെ എന്തോ പ്രശ്നം വന്ന് അവരോട് പുതുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അവർക്കത് പെട്ടെന്ന് പുതുക്കി കിട്ടുകയും ചെയ്തു. ചേച്ചിയുടെ വിസയും പുതുക്കി കിട്ടി. അങ്ങനെ ചേച്ചിക്ക് ലീവിന് പോകാൻ പറ്റുമെന്ന് ഭാരപ്പെട്ടിരുന്ന ചേച്ചിക്ക് ലീവും കിട്ടി. 30 days ആയിരുന്നു സാധാരണ കിട്ടുന്നത്, അത് മാറി 45 days ചേച്ചി കിട്ടി. അങ്ങനെ ദൈവത്തിന്റെ വലിയ കൃപ, ചേച്ചിയുടെ തീരുന്നതിന് മുമ്പ് തന്നെ അവിടെ എല്ലാ കാര്യങ്ങളും ദൈവം ഒരുക്കി തന്നു. അതോടൊപ്പം തന്നെ പിന്നെ വലിയൊരു സാക്ഷ്യമുള്ളത്, ഈ 2-3 ദിവസമായിട്ട് എന്റെ മനസ്സിൽ ഭയങ്കര ഇതുപോലെ ഭാരമായിരുന്നു, ആവശ്യമില്ലാത്ത ഭാരം. എനിക്ക് എന്തോ സംഭവിക്കാൻ പോകും, ഞാനിവിടെ ജയിലിലാകും എന്നൊക്കെ ലീഗലി എന്തൊക്കെയോ എനിക്ക് സംഭവിക്കാൻ പോവാന്നൊക്കെ ഒരു ഭാരമായിരുന്നു. അനാവശ്യമാണെന്ന് എനിക്കറിയാം, പക്ഷെ ഞാൻ വചനം പറയുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ എന്റെ മനസ്സിന് സമാധാനം കിട്ടുന്നില്ല. അങ്ങനെ ഞാൻ ഇങ്ങനെ ഭാരപ്പെട്ടിരുന്നപ്പോഴാണ് ശരിക്കും പറഞ്ഞ എനിക്ക് ബ്രദർ ഇന്ന് പ്രയർ സ്റ്റാർട്ട് ചെയ്തപ്പോഴേ ഓർത്ത്, കർത്താവ് എനിക്ക് വേണ്ടിയാണ് ഈ വചനം സംസാരിച്ചതെന്ന്. അപ്പം ഇതെനിക്ക് ഭയങ്കര ഒരു ഇന്നർ ഹീലിങ്സ് എനിക്ക് ഇന്ന് കിട്ടി. അത് വലിയൊരു സാക്ഷിയാണ്. കാരണം ഹൃദയത്തെ അറിയുന്ന ദൈവം നമ്മുടെ കൂട്ടത്തിലുണ്ടെന്ന് എനിക്ക് ശരിക്കും പറഞ്ഞാൽ മനസ്സിലായി. ദൈവത്തിന് ഒത്തിരി നന്ദി. തീർച്ചയായിട്ടും നമുക്ക് കർത്താവ് സിസ്റ്റർ പറഞ്ഞ തന്നെ, ഒന്ന് ആ ഒരു പേപ്പർ വർക്കിൻ്റെ കാര്യത്തിൽ ദൈവം ചെയ്ത അത്ഭുതം. 2, ഞാൻ പറഞ്ഞല്ലോ, മനസ്സിൻ്റെ അകത്ത് നമുക്ക് പ്രശ്നങ്ങളുണ്ടാവും, നമുക്ക് വിഷയങ്ങൾ, അതാ ഞാൻ പറഞ്ഞ ട്രബിൾസ്, പ്രശ്നങ്ങൾ. ദൈവത്തെ വിളിക്കുന്ന ഒരു വ്യക്തി പേടിക്കരുത്. പ്രശ്നം ഉണ്ടാവും എന്നല്ല പറഞ്ഞേക്കുന്നത്, സകലതും നന്മയാക്കി മാറ്റും. എൻ്റെ അർത്ഥം, ദൈവം സകലതും, ഇത് തന്നെയാണ് വചനം പറഞ്ഞത്, സകലതും അവൻ നന്മയാക്കി. അപ്പോൾ അതിന് വിരോധമായി ട്രബിൾസ് ഉണ്ടാകും, പ്രശ്നങ്ങളുണ്ടാകും, വിഷയങ്ങളുണ്ടാകും. സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ വല്ലാതെ ആകുലപ്പെട്ടു. പക്ഷേ ഇന്ന് മനസ്സിലായി, കർത്താവ് ആ മനസ്സിലേറ്റ, ചിലപ്പോൾ ഞങ്ങൾക്ക് ഏതെങ്കിലും ഒരു സംഭവമോ കാഴ്ചയോ കേൾവിയൊക്കെ ആയിരിക്കാം നമ്മൾ പോലും അറിയാതെ മനസ്സിൽ കയറി അത് മുറിവേൽപ്പിച്ചു. നമുക്കറിയത്തില്ല ഇത് എന്താണെന്നുള്ളത്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ പറയുന്നത്, എന്താണെന്ന് എനിക്കറിയത്തില്ല. അതിൻ്റെ കാരണം നിങ്ങൾ പോലും അറിയാതെ ഏതോ ഒരു വിഷയമോ ഏതോ വാക്കോ പ്രവൃത്തിയോ നമ്മളെ മുറിവേൽപ്പിച്ചു. ചിലപ്പോൾ നമുക്ക് അറിയാവുന്നതായിരിക്കാം, ചിലത് അറിയാത്തതായിരിക്കാം. എന്തോ ആണെങ്കിലും കർത്താവ് ആ മുറിവുകളെ ഉണക്കും. യേശു ഇന്ന് സൗഖ്യമാക്കിയതിന് നന്ദി പറയുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വലിയൊരു ദൈവിക സമാധാനം എല്ലാവർക്കും. ദൈവം നന്ദി പറയുന്നു. നമുക്ക് ഒരുമിച്ച് പപ്പായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ന് ക്രിയാറ്റിൻ്റെ അളവ് കർത്താവിൻ്റെ കൃപയാൽ അത് സൗഖ്യമാക്കേണ്ടത്, പൂർണ്ണമായും അതിൻ്റെ മേൽ ജയമെടുക്കേണ്ടത് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ തിരുമുറിവിനാൽ ഇന്ന് സൗഖ്യമുണ്ടല്ലോ, യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതിൻ്റെ ഫങ്ഷൻ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നു. അത് റിസ്റ്റോർ ആകട്ടെ. യേശുവിന് മാറ്റാൻ പറ്റാത്ത ഒരു കാര്യമില്ല, കർത്താവിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. ഇപ്പോൾ തന്നെ ഞങ്ങളതിനെ പിടിച്ചു കെട്ടുന്നു, സൗഖ്യത്താൽ അതിനെ പിടിച്ചു കെട്ടുന്നു. കർത്താവ് ഇപ്പോൾ തന്നെ ബലം വ്യാപരിക്കട്ടെ, ശക്തി വ്യാപരിക്കട്ടെ, പുതുക്കം പ്രാപിക്കട്ടെ, പുതിയതുണ്ടായി വരട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. മറ്റാരും ഇല്ലാതെ ഞാൻ വിശ്വസിക്കുന്നു. സൗണ്ടുകളെ മ്യൂട്ട് ചെയ്താട്ടെ. നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് കർത്താവ് എനിക്ക് തന്നതിനായി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നിങ്ങൾ മറക്കരുത്, ഈ ദിവസങ്ങളിൽ ഈ ഒരു വചനം മറക്കരുത്. ശരീരത്തിൽ വരുന്ന പോലെ തന്നെ മനസ്സിനെ നിങ്ങൾ ശ്രദ്ധിക്കണം. ആ മുറിവുകളെ സൗഖ്യമാക്കുവാൻ പ്രാർത്ഥിക്കണം, അതിനെ പുറത്താക്കണം. മനസ്സിൽ ഭാരം വരുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അതിനെ പുറത്താക്കുമെന്ന് പറയണം. യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ മനസ്സിൻ്റെ, യേശു അങ്ങയുടെ മുറിവിനാൽ എൻ്റെ മനസ്സ് സൗഖ്യമാകട്ടെ എന്ന് പറയണം. അപ്പോൾ തന്നെ നിങ്ങളുടെ ശരീരത്തിൻ്റെ മേൽ, മനസ്സിൻ്റെ മേൽ ആ നിറവുണ്ടാവും. നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റു പറയാം. സൗണ്ടുകളെ മ്യൂട്ട് ചെയ്ത് നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് കർത്താവിനെ